നമസ്കാരം. ലോ അക്കാദമി വിഷയം ആളിപ്പടരുമ്പോൾ വിദ്യാർത്ഥി സമരം പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുമ്പോൾ പ്രിൻസിപ്പൽ ലക്ഷ്മി നായരെ 5 വർഷത്തേക്ക് ഡീബാർ ചെയ്ത് സിൻഡിക്കേറ്റിന്റെ തീരുമാനം ഈ വിഷയം ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നു. ലോ അക്കാദമി പ്രിൻസിപ്പൽ ലക്ഷ്മി നായരെ ഡീബാർ ചെയ്തു. പരീക്ഷാ ചുമതലയിൽ നിന്നും 5 വർഷത്തേക്ക് മാറ്റി നിർത്താൻ സിൻഡിക്കേറ്റിന്റെ തീരുമാനം വന്നിരിക്കുന്നു. പ്രിൻസിപ്പലിനെ പദവിയിൽ നിന്നും മാറ്റുന്ന കാര്യത്തിൽ തീരുമാനം സർക്കാരിനും മാനേജ്മെന്റിനും വിട്ടു. പ്രമേയത്തെ 6 അംഗങ്ങൾ എതിർത്തു, 2 പേർ വിട്ടുനിന്നു. പരീക്ഷയും മാർക്ക് ദാനവും അന്വേഷിക്കാൻ ഉപസമിതി തീരുമാനവുമായി ലക്ഷ്മി നായരെ പുറത്താക്കും വരെ അതേസമയം സമരം തുടരുമെന്നാണ് വിദ്യാർത്ഥികളുടെ നിലപാട്. വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി കോടിയേരി അടക്കമുള്ളവർ രംഗത്തെത്തി. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മോടൊപ്പം രാജേഷ് കുമാർ, സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ കൺവീനർ, അഡ്വക്കേറ്റ് നാഗരാജ്, അഡ്വക്കേറ്റ് പ്രിജി, ആശ ലോ കോളേജ് വിദ്യാർത്ഥിനി. ചർച്ചയിലേക്ക് വരുമ്പോൾ ആദ്യം രാജേഷിലേക്ക്. ശ്രീ രാജേഷ്, ഇവിടെ 50 വർഷം പാരമ്പര്യമുള്ള കോളേജിൻ്റെ അവിടെ നടത്തുന്ന സമരങ്ങൾ, വിദ്യാർത്ഥി പ്രക്ഷോഭം ആളിപ്പടരുന്ന ഒരു ഘട്ടത്തിലാണെന്ന് ഇപ്പോൾ സിൻഡിക്കേറ്റിൻ്റെ തീരുമാനം പുറത്തേക്ക് വരുന്നത്. പല ഘടകങ്ങളും ഇന്ന് ഈ ഉപസമിതിയുടെ റിപ്പോർട്ടിൽ ഗുരുതരമായ ആരോപണങ്ങൾ, വിദ്യാർത്ഥികൾ ഉന്നയിച്ച വിഷയങ്ങൾ അത് ശരിവെക്കുന്ന തരത്തിൽ സ്വജനപക്ഷപാതം ഉൾപ്പെടെ അധികാര ദുർവിനിയോഗമടക്കം പല തെറ്റായ കീഴ്വഴക്കങ്ങളൊക്കെ ഏതൊക്കെ തലത്തിലോ ഏതൊക്കെ തലങ്ങൾ ലംഘിച്ചുകൊണ്ട് പോയിട്ടുണ്ടോ അതിൻ്റെയൊക്കെ തന്നെ ഉദാഹരണങ്ങൾ സഹിതം വിവരിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് മുന്നോട്ട് വെച്ച് ഒരു അംഗീകാരം ഇവിടെ ഉണ്ടായി നേടിയെടുക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇത് വിദ്യാർത്ഥികളുടെ ശബ്ദമായി അവർ മുന്നോട്ട് വെച്ച വിഷയങ്ങൾക്കുള്ള അംഗീകാരം എങ്ങനെയാണ് താങ്കൾ ഒരു കൺവീനറിനെ ഏകോപിപ്പിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എങ്ങനെ കാണുന്നു? പ്രതീക്ഷ, ഇത് ലോ അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 50 വർഷത്തോളമായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൽ ആദ്യമായിട്ടാണ് ഒരു സർവകലാശാല സമിതി ഇൻസ്പെക്ഷൻ വരുന്നത്. അതിൽ തന്നെ ആ ഇൻസ്പെക്ഷൻ ടീമിൻ്റെ ഒരു പ്രാതിനിധ്യം നോക്കിയാൽ അറിയാം. നമ്മളതിൽ തികച്ചും ജനാധിപത്യപരമായിട്ട് എല്ലാ അംഗങ്ങളും, എല്ലാ വിഭാഗങ്ങളും, CPIയുടെ അംഗമുണ്ടായിരുന്നു, കോൺഗ്രസിൻ്റെ അംഗമുണ്ടായിരുന്നു, അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ അംഗമുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ തികച്ചും ജനാധിപത്യപരമായ ഒരു സമീപനമാണ് ഈ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിൽ പോലും നമ്മൾ സ്വീകരിച്ചത്. അപ്പോൾ അത്തരത്തിൽ അവിടെ പോയിട്ട് തികച്ചും പക്ഷപാതരഹിതമായി വസ്തുനിഷ്ഠമായ ഒരു റിപ്പോർട്ടാണ് നമ്മൾ തയ്യാറാക്കിയത്. ഉപസമിതിയുടെ റിപ്പോർട്ട് ശേഖരണത്തിലോ ഫൈൻഡിങ്സിലോ ഒന്നും തന്നെ വിദ്യാർത്ഥികൾക്ക് ഒരു തരത്തിലുള്ള ആക്ഷേപത്തിനും സാധ്യതയില്ല. മാത്രവുമല്ല, ഐകകണ്ഠമായിട്ടാണ് ഈ റിപ്പോർട്ട് സർവകലാശാല സിൻഡിക്കേറ്റ് പരിഗണിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഉയർത്തിയ വിഷയങ്ങളെല്ലാം തന്നെ വളരെ ഗൗരവമുള്ള വിഷയങ്ങളാണെന്ന് തന്നെ സർവകലാശാല വിലയിരുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. യെസ്, അവിടെ ഒരു ഭിന്നതയിലേക്ക് കാര്യങ്ങൾ പോയത് കാരണം 2 അഭിപ്രായത്തിലേക്ക് ആ യോഗത്തിൽ അഭിപ്രായങ്ങൾ വരുന്നു. ഒന്ന്, പ്രിൻസിപ്പലിനെ പുറത്താക്കുക, വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. 2, ഈ പറയുന്ന മറ്റൊരു വിഭാഗം ഉയർത്തുന്ന ഒരു കാര്യം, ഉചിതമായ നടപടി. ആ ഉചിതമായ നടപടിക്ക് അവിടെ ഒരു മേൽക്കൈ ഉണ്ടാകുമ്പോൾ എന്താണ് ആ മുൻതൂക്കം? നിങ്ങൾ ഒരു ദീർഘവീക്ഷണത്തോടു കൂടി ഇതിലെ അവധാനത കൂടുതൽ വെളിപ്പെടുന്നു എന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് എത്താനുള്ള ഒരു നിലപാടെന്തേ അവിടെ? ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഈ റിപ്പോർട്ടും അതുപോലെ തന്നെ ഇന്നത്തെ സിൻഡിക്കേറ്റിൻ്റെ തീരുമാനങ്ങളിൽ 2ാമത്തെ തീരുമാനം ഒഴിച്ച് ബാക്കി എല്ലാ തീരുമാനവും യുനാനിമസ് ആണ്. 2ാമത്തെ തീരുമാനം എന്ന് പറയുന്നത് ദ സിൻഡിക്കേറ്റ് ഫർദർ റിസോൾവ് ടു ഫോർവേഡ് ദ റിപ്പോർട്ട് ടു ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് ദ മാനേജ്മെൻറ്റ് ഫോർ ഫർദർ കോഴ്സ് ഓഫ് ആക്ഷൻ. ഇതിൽ അഭിപ്രായ ഭിന്നത വന്നിരുന്നത് ഈ റിപ്പോർട്ട് അയക്കുന്നതോടൊപ്പം തന്നെ പ്രിൻസിപ്പലിനെ നീക്കം ചെയ്യണമെന്ന ആവശ്യം കൂടി ഇതിൽ ഉൾപ്പെടുത്തണം എന്നാണ്. കേരള സർവകലാശാല സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് ഒരു സ്വകാര്യ കോളേജിൻ്റെ, ഒരു പ്രൈവറ്റ് കോളേജിൻ്റെ പ്രിൻസിപ്പലിനെ തീരുമാനിക്കുവാനോ പ്രിൻസിപ്പലിനെ മാറ്റുവാനുള്ള അധികാരം സർവകലാശാലയ്ക്കില്ല. അപ്പോൾ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാതെ ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് പോയാൽ സ്വാഭാവികമായിട്ടും നിയമം പഠിപ്പിക്കുന്ന, നിയമം കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനത്തിനോടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. സ്വാഭാവികമായും ഇത് കോടതിയിലേക്ക് വലിച്ചിഴക്കപ്പെടും. കോടതിയുടെ ഒരു ഇൻ്റർവെൻഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നീട് സർവകലാശാലയ്ക്കോ സർക്കാരിനൊരു സേ ഇല്ലാത്ത അവസ്ഥ വരും. ഇന്ന് സമരം ചെയ്യുന്ന കുട്ടികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ സർക്കാരിന് പോലും കഴിയാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് വളരെ ആലോചിച്ച് മാത്രമാണ് ഇത്തരത്തിലൊരു തീരുമാനം. തീർച്ചയായും. ശ്രീ നാഗരാജ്, അഡ്വക്കേറ്റ് നാഗരാജ്, ഇക്കാര്യത്തിൽ എങ്ങനെ ഈ ഇന്നത്തെ തീരുമാനത്തെ നിങ്ങൾ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അതിനോടുള്ള പ്രതികരണം എങ്ങനെയാണ്? ഈ റിപ്പോർട്ട് 4-5 പേജുള്ള റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ അകത്ത് കുറേ ഫൈൻഡിങ്സ് മാത്രമേ ഉള്ളൂ.
ഈ ഫൈൻഡിങ്സിന് ബേസിസ് ആയിട്ടുള്ള എവിഡൻസ് ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇത് പ്രൈമ ഫേസി നോക്കിക്കഴിഞ്ഞാൽ ഈ റിപ്പോർട്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് കഴിഞ്ഞാൽ മനസ്സിലായത് പേറ്റൻ്റ്ലി ഇല്ലീഗലാണ്. ഇതിൻ്റെ അകത്ത് നിയമവിരുദ്ധമുള്ള 1, 2, 3 പേരുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഈ എൻക്വയറി കമ്മിറ്റിയിൽ. പക്ഷേ ഈ എൻക്വയറി നടത്തിയിരിക്കുന്നത് നാച്ചുറൽ ജസ്റ്റിസിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ്, സ്വാഭാവിക നീതിയുടെ അടിസ്ഥാന തത്വങ്ങൾ വയലേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ എൻക്വയറി നടത്തിയിരിക്കുന്നത്. കാര്യം ഇതിൻ്റെ അകത്ത് മാനേജ്മെൻറ്റിനെ കേട്ടിട്ടില്ല, അതുപോലെ തന്നെ ഈ പ്രിൻസിപ്പലിനെ കേട്ടിട്ടില്ല. പ്രിൻസിപ്പലിനെ അവസാനം ഒന്ന് വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ 1-2 കാര്യങ്ങൾ ചോദിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഈ എവിഡൻസ് എടുത്തേക്കുന്ന ഈ പിള്ളേരുടെ കയ്യിൽ നിന്നൊക്കെ എടുത്തിരിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു കാര്യം പോലും ചോദിച്ചിട്ടില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരിടത്തും ഒരു റീസൺഡ് ഓർഡറായിട്ട് കാണുന്നില്ല. എന്തുകൊണ്ടാണ് ഈ ഫൈൻഡ് ചെയ്തതെന്നും പറയുന്നില്ല. ചുമ്മാ കുറേ ഫൈൻഡിങ്സ് അങ്ങ് നടത്താൻ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഞാനൊരു പ്രത്യേകം എടുത്തു കാണിക്കേണ്ട ഒരു കാര്യം, ഇതിൽ 3rd പാരഗ്രാഫ് ഉണ്ട് 2nd പേജിൽ. Hostlers have another strong objection about the approach of the principal towards sick students. One student named Geedu Krishnan was suffering from asthma, was thrown out from the hostel. ഇങ്ങനൊരു ഗീതു കൃഷ്ണനെ കുറിച്ച് ഇങ്ങനെ പരാമർശം നടത്തുകയും ഗീതു കൃഷ്ണൻ TV കൂടെ ഇത് അറിയുകയാണ്. TV കൃഷ്ണൻ ഉടനെ തന്നെ ഞങ്ങളെ വിളിച്ചിട്ട് പ്രിൻസിപ്പലിനെ മാത്രമല്ല ഈ ബാക്കിയുള്ളവരെയൊക്കെ വിളിച്ചിട്ട് അവിടുത്തെ സാറന്മാരെയൊക്കെ വിളിച്ചിട്ട് പറയാണ്, ഞാൻ ആ കാരണം കൊണ്ടല്ല ഹോസ്റ്റലിൽ നിന്ന് പോയത്, എന്നെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല, ഇത് എങ്ങനെയാണ് വന്നതെന്ന് എനിക്ക് അറിയില്ല. അത് അവർ പരസ്യമായി വന്ന് പറയാൻ തയ്യാറാണ്. അവർ തെളിവ് കൊടുത്തിട്ടില്ല, അവർക്കിങ്ങനെ അലിഗേഷൻ ഇല്ല, ഇല്ലാത്ത അലിഗേഷൻസ് വരെ ഇതിൻ്റെ അകത്ത് കടന്നുകൂടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഇതൊന്നും ഒരു സ്വാഭാവിക നീതി, അതായത് നാച്ചുറൽ ജസ്റ്റിസിൻ്റെ എലമെൻ്ററി പ്രിൻസിപ്പിൾസ് പാലിക്കാതെ ചെയ്തിരിക്കുന്നതാണ്. ഒരു ഹിയറിങ് തന്നിട്ടില്ല. അതായത് വളരെ ഹേസ്റ്റിലും ആരെയോ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ചാനൽ വിചാരണ നടക്കുന്നുണ്ടല്ലോ, ഈ മാധ്യമ വിചാരണ മത്സരിച്ച് നടക്കുകയാണല്ലോ. അപ്പോൾ അവർ ഈ മാധ്യമ വിചാരണ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ റിപ്പോർട്ട് പോലെ മാത്രമേ ഉള്ളൂ. കാര്യം 23, 24, 25 3 ദിവസമാണ് ഇവർ എൻക്വയറി നടത്തിയത്. 26-ാം തീയതി ഹോളിഡേ ആണ്. 27-ാം തീയതി വൈകുന്നേരം മുതൽ ഇതിൻ്റെ ഫൈൻഡിങ്സ് എന്താണെന്ന് വന്നു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അകത്ത് ഡോക്യുമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെന്ന് പറയും. നമ്മുടെ അടുത്ത് പറയുന്ന ഡോക്യുമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറയുന്നത് 25-ാം തീയതി ഉച്ച കഴിഞ്ഞിട്ടാണ്. ഇതിനകത്തൊരു പ്രധാന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹൈക്കോടതി പോലീസ് പ്രൊട്ടക്ഷൻ തന്നെങ്കിൽ പോലും അവിടെ കോളേജിൻ്റെ അകത്ത് കയറാൻ പറ്റാത്ത സ്ഥിതിയാണ്. കാര്യം ഫ്രണ്ടിൽ കോളേജിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് 5-6 പന്തൽ, പിന്നെ പുറത്തുള്ള പന്തൽ, ഇതെല്ലാം അതിലേക്ക് ഞാൻ വരാം. തീർച്ചയായും ശ്രീ അജയൻ അവിടെ മാനേജ്മെന്റ് പ്രതിനിധിയാണ്. അഡ്വക്കേറ്റ് നാഗരാജ് സൂചിപ്പിച്ച ഘടകങ്ങൾ നോക്കുമ്പോൾ രാജേഷ് നേരത്തെ അവകാശപ്പെട്ടതുപോലെ കാര്യങ്ങൾ ആ തലത്തിൽ നിന്നാണോ കാണേണ്ടത്? എല്ലാവരെയും മറ്റൊരു ബാഹ്യമായ ഇടപെടലുകളില്ലാതെ വസ്തുതകൾ മനസ്സിലാക്കി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് തന്നെയാണോ പുറത്തേക്ക് വരുന്നത്? അതല്ല, നാളെ ചലഞ്ച് ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടി ഒരുക്കിയിട്ടുകൊണ്ടുള്ള തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണോ ഇന്ന് ജനപക്ഷത്തേക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വെക്കപ്പെടുന്നത്? അത് ആദ്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വന്നിരിക്കുന്ന റിപ്പോർട്ടിനോട് നമുക്ക് വളരെ അനുഭാവപൂർവമായ നിലപാട് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ആരോപിച്ച മെയിനായിട്ടുള്ള, അതായത് ഏറ്റവും മർമ്മപ്രധാനമായ 2-3 കാര്യങ്ങൾ, അതായത് ഇവർ ജാതിപ്പേര് വിളിച്ചു എന്ന് പറയുന്ന കാര്യവും SC/ST വിദ്യാർത്ഥികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചു എന്ന് പറയുന്ന കാര്യവും ഇതിനകത്ത് സൂചിപ്പിച്ചിട്ട് പോലുമില്ല. അതേപോലെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. കുറേ മാതാപിതാക്കൾ ഒന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതൊന്നും ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ സിൻഡിക്കേറ്റിന്റെ ഉപസമിതി റിപ്പോർട്ടിൽ വന്നിട്ടില്ല. അതൊക്കെ നിങ്ങൾ തെളിവ് സഹിതം അല്ലെങ്കിൽ തെളിവ് സഹിതം പറഞ്ഞിരുന്നതാണ്. പോലീസ് കേസ് വരെ നമ്മൾ കൊടുത്തിരുന്നതാണ്. അക്കാര്യം ഒക്കെ തന്നെ ഈ സമിതിക്ക് മുൻപാകെ നിങ്ങൾ പറഞ്ഞു. അതൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇതിനകത്ത് വന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അറ്റൻഡൻസിന്റെ കാര്യവും ഇന്റേണൽ കാര്യം നമ്മൾ ആദ്യം ആവശ്യപ്പെട്ടിരുന്ന 11 എങ്കിൽ പിന്നെ ഉപസമിതിയുടെ ആവശ്യം പോലും നമുക്കില്ലായിരുന്നു. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റുമായിട്ടുള്ള ആദ്യത്തെ ചർച്ചയിൽ തന്നെ ഇവർ പറഞ്ഞിരുന്ന കാര്യമാണ് ഇവർ ഈ കാര്യങ്ങളെല്ലാം അംഗീകരിച്ചു തരാമെന്ന്. കാരണം എന്ന് വെച്ചാൽ അത് ഞങ്ങൾ പറഞ്ഞിരുന്ന അറ്റൻഡൻസിന്റെ ഇഷ്യൂ സുതാര്യമാക്കി തരാം, ഓൺലൈൻ ആക്കി തരണമെങ്കിൽ ഓൺലൈനാക്കി തരാം, അതൊക്കെ സംസാരിച്ചിരുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ പ്രിൻസിപ്പലിന്റെ ആറ്റിറ്റ്യൂഡുണ്ട്. വിദ്യാർത്ഥികളെ വിളിച്ച് മോശമായി സംസാരിക്കുന്നത്. അതായത് ഒരു വിദ്യാർത്ഥിനിയോട് പറഞ്ഞത് ഇതിന് മുമ്പും ഇവിടെ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. ഒരു വിദ്യാർത്ഥിനെ വിളിച്ചിട്ട് അവൾ നായരല്ലേ, നീ നിനക്ക് എന്തിനാ ചോവ പയ്യൻ്റെ കൂടെ നടക്കുന്നത്, ഇങ്ങനത്തെ. പിന്നെ ഒരു SC/ST പയ്യനോട്, ദളിത് 2 വിദ്യാർത്ഥികളോട് പറഞ്ഞത്, അത് കേസ് കൊടുത്തിരിക്കുന്ന കാര്യമാണ്. അതേപോലെ ഒരു മുസ്ലിം പയ്യനോട്, നീ എന്നെ മുട്ടയടിച്ച് വന്നപ്പോൾ അവൻ എവിടെ കൊണ്ട് പോയിട്ട് വന്നപ്പോൾ മുട്ടയടിച്ചിരുന്നു, മുസ്ലിങ്ങൾ ഇവിടെ കോളേജിൽ കയ്യേറാൻ വന്നിരിക്കുവാണോ എന്നുള്ള രീതിയിലൊക്കെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ആ കാര്യങ്ങൾ ഒന്നും തന്നെ ഇതിനകത്ത് പരാമർശിക്കപ്പെട്ടിട്ടില്ല. യെസ് അപ്പോൾ അത് ശ്രീ രാജേഷ് കുമാർ, താങ്കളാണ് അതിന് മറുപടി പറയേണ്ടത്. കാരണം ഒരു കാര്യം നേരത്തെ അഡ്വക്കേറ്റ് നാഗരാജ് സൂചിപ്പിച്ചതുപോലെ ഇതിൽ പർവ്വതീകരണമുണ്ട്, മാധ്യമ വിചാരണ. അത് അദ്ദേഹം ഒരു തലമിടുന്നത് നാളെ ചലഞ്ച് ചെയ്യാൻ സാധ്യമായ പഴുതുകൾ അല്ലെങ്കിൽ പിഴവുകൾ ഇക്കാര്യത്തിലുണ്ട്. മറ്റൊന്ന് വിദ്യാർത്ഥിയുടെ ഭാഗത്തുനിന്ന് വരുന്ന ഈ വിമർശനവും കൂടി. ആദ്യം അഡ്വക്കേറ്റ് നാഗരാജ് പറഞ്ഞതിനെ എൻഡോഴ്സ് ചെയ്തുകൊണ്ട് തന്നെ പറയട്ടെ. അദ്ദേഹം തന്നെ പറയണ്ടായി 23, 24, 25 തീയതികളിലായിട്ട് തെളിവെടുപ്പ് നടന്നു.
26-ാം തീയതി അവധിയാണ്. 27-ാം തീയതി ഒറ്റ ദിവസം കൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കി. അത് ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുന്നു. അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ സിൻഡിക്കേറ്റ് തീരുമാനിച്ചിരുന്നത് 23, 24 എന്നീ 2 ദിവസങ്ങളിൽ തെളിവെടുക്കാനാണ്. പക്ഷേ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായിട്ടുള്ള സമ്മർദ്ദവും അവരുടെ ആവശ്യം പ്രമാണിച്ച് 3-ാമത്തെ ദിവസത്തെ കൂടെ നമ്മൾ തെളിവെടുപ്പ് നീട്ടി. സ്വാഭാവികമായിട്ടും ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്യാനും അതുപോലെ തന്നെ ക്രോസ് ചെക്ക് ചെയ്യാനുമുള്ള തെളിവുകൾ പരിശോധിക്കാനുമൊക്കെയുള്ള സമയം വളരെ കുറവായിരുന്നു. മാത്രവുമല്ല 150ഓളം പരാതികളും 90ഓളം പേരുടെ മൊഴിയും 10ഓളം രക്ഷിതാക്കളുടെ 90ഓളം വിദ്യാർത്ഥിനികളുടെ മൊഴിയും 10ഓളം രക്ഷിതാക്കളുടെ മൊഴിയുമാണ് സമിതി പരിശോധിച്ചത്. സ്വാഭാവികമായിട്ടും ഇത്രയും കൺസോളിഡേറ്റ് ചെയ്യാനുള്ള സമയപരിമിതി നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. 28-ാം തീയതി സിൻഡിക്കേറ്റിൽ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അതിൽ കണ്ടേക്കാം. പിന്നെ എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ, അതായത് അത്തരം ആ ഒരു സമയത്തിൻ്റെ കുറവോ സമയത്തിൻ്റെ ദൈർഘ്യമൊക്കെ നോക്കുമ്പോൾ ഇവർ ഉന്നയിച്ച മാനേജ്മെന്റ് പറയുന്ന രീതിയിലുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടോ? നിങ്ങൾ ഒരു ഹിയർസേ എന്ന് പറയുമ്പോൾ കേട്ടുകേഴ്വി അതിനപ്പുറത്തേക്കുള്ള യാഥാർത്ഥ്യങ്ങളെ കാണാതെ പോയിട്ടുണ്ടോ? നമ്മൾ യഥാർത്ഥത്തിൽ ആ സമിതിയിൽ ഇരുന്നത് ഒരു സിൻഡിക്കേറ്റ് അംഗം എന്നതിലുപരി ഒരു അധ്യാപകനെന്നും ഒരു രക്ഷിതാവും എന്ന രീതിയിലാണ്. നമ്മുടെ മുന്നിൽ വന്ന ഒരുപാട് വിദ്യാർത്ഥിനികൾ കരഞ്ഞുകൊണ്ടാണ് ഹിയറിംഗ് കഴിഞ്ഞിട്ട് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഉന്നയിച്ച ഒരു വിഷയവും തന്നെ ഈ സിൻഡിക്കേറ്റിൻ്റെ ഉപസമിതി അവഗണിച്ചിട്ടില്ല. അതേസമയം തന്നെ വളരെ ഗ്രേവായിട്ട് സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാനുള്ള തെളിവുകളോടുകൂടി അവതരിപ്പിച്ച വിഷയങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും പറഞ്ഞു പോകുന്ന വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ഈ ഇദ്ദേഹം പറഞ്ഞ വിഷയം തന്നെ നമ്മുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. Have alleged that some occasions the principal goes to the extent of discriminating students by specifying in vulgar tone their caste, creed, color, religion and appearance. അപ്പോൾ ഇത് നമ്മൾ വളരെ ചുരുക്കി പറയുന്നുള്ളൂ. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു ഇൻട്രോഗേഷനുള്ള സമയമോ അത്തരത്തിലുള്ളൊരു സാധ്യതയൊന്നും ഈ 3 ദിവസത്തെ അല്ലെങ്കിൽ 2 ദിവസത്തെ എക്സൈസിൽ നമുക്ക് കിട്ടിയിട്ടില്ല. തീർച്ചയായും ശ്രീ നാഗരാജ്, അതായത് നിങ്ങൾക്ക് ഒരു പക്ഷേ ചലഞ്ചിങ്ങിന് സാധ്യമായ തരത്തിലുള്ള പഴുതുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഇനിയും അവർ മുന്നോട്ട് വെച്ച പല ഘടകങ്ങളും തെളിവുകൾ സഹിതം മുന്നോട്ട് വയ്ക്കപ്പെട്ട ഈ പറഞ്ഞ കേസുകളൊക്കെ തന്നെ ഓൾറെഡി രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളാണ്. ഈ കേസിൻ്റെ വിശദാംശങ്ങൾ ഒന്നുമേ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ യാഥാർത്ഥ്യം എങ്ങനെ മനസ്സിലാക്കണം? എവിടെയാണ് ഈ നിയമത്തിൻ്റെ തലം നോക്കുമ്പോൾ, താങ്കളൊരു അഭിഭാഷകൻ കൂടിയാണ്, കാര്യങ്ങളൊക്കെ നീതി എന്ന ഒരു ഘടകം അത് എങ്ങനെ വിവക്ഷിക്കപ്പെടുന്നു ഇവിടെ? ഇതിലിപ്പം നീതി നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് കോളേജ് മാനേജ്മെൻറ്റിനും അതുപോലെ തന്നെ കോളേജ് പ്രിൻസിപ്പലിനും കോളേജിലെ ടീച്ചേഴ്സിനും നീതി നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെ നിങ്ങളത് അടിവരയിട്ട് പറയുന്നു? എന്തുകൊണ്ടെന്നല്ല, വിദ്യാർത്ഥികളെ ഓരോരുത്തരെയും വിളിച്ച് പ്രത്യേകം കേട്ടപ്പോൾ ടീച്ചേഴ്സിനെ എല്ലാവരും കൂടെ വിളിച്ച് വളരെ കുറച്ച് സമയം മാത്രമേ കേട്ടു. ടീച്ചേഴ്സിനെ എല്ലാവരും കൂടെ ഒരുമിച്ച് വിളിക്കുകയായിരുന്നു. അവരെ കുറച്ച് സമയം മാത്രം കേട്ടു. പ്രിൻസിപ്പലിനെ അവസാനം വിളിച്ചിട്ട് കുറച്ച് നേരം പ്രിൻസിപ്പലിനോട് ചോദിച്ചു. പക്ഷേ അതൊന്നും പ്രിൻസിപ്പലിനോട് എന്തൊക്കെയായിരുന്നു ഈ അലിഗേഷൻസ് എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ടില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൻ്റെ അത് ഡോക്യുമെൻറ്റ്സ് ഒന്നും സബ്മിറ്റ് ചെയ്യില്ലെന്ന് പറയുന്നു. അതായത് ഇത് 25-ാം തീയതി ഉച്ചയ്ക്കാണ് പറയുന്നത് ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യണമെന്ന്. ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഉച്ച സമയത്ത് പറയുകയും അത് കഴിഞ്ഞിട്ട് അവിടെ അടുത്ത ദിവസം ഹോളിഡേ ആണ്, അന്ന് സ്റ്റാഫ് ഒന്നും ഉള്ള ദിവസമല്ല. 27-ാം തീയതി ഒറ്റ ദിവസമാണ് കിട്ടി. 3 വർഷത്തെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഉടനെ തരണമെന്ന് പറഞ്ഞിട്ട് ഒരു തരികയാണ്. അപ്പോൾ അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ സമരത്തിൻ്റെ ഭാഗമായി തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ പോലും അകത്ത് കയറാൻ പറ്റാത്ത സ്ഥിതിയാണ്. കാര്യം 5-6 സമരപ്പന്തലാണ് ഗേറ്റിൻ്റെ ഫ്രണ്ടിലിരിക്കുന്നത്. അതുകൂടാതെ ഇപ്പം BJPയുടെ സമരപ്പന്തൽ, AIFൻ്റെ 7-8 സമരപ്പന്തലുകളായി. അപ്പോൾ അതിലെ കയറാൻ കഴിയാത്തൊരു സ്ഥിതിയാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ ഈ വിദ്യാർത്ഥികൾ അകത്ത് കയറി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് വരെ ലോക്കിട്ട്, അവരുടെ ലോക്കിട്ട് 2-3 താഴിട്ട് പൂട്ടി എടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ പൂട്ടി എടുത്ത് ആ റൂംസ് എല്ലാം പൂട്ടിക്കിടക്കുകയായിരുന്നു. അങ്ങനെ 25-ാം തീയതി ഉച്ച സമയത്ത് ഈ എൻക്വയറി കമ്മിറ്റിയിൽ വന്ന 2 സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പ്രസൻസിലാണ് ഈ പൂട്ട് പൊട്ടിച്ച് അകത്ത് കയറി ഡോക്യുമെൻറ്റ്സ് എടുക്കുന്നത് തന്നെ. എന്നിട്ട് അടുത്ത ദിവസം ഹോളിഡേ ആണ്. ഒരു ദിവസം പോലും നമുക്ക് തന്നിട്ടില്ല ഡോക്യുമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ. അതിൻ്റെ അകത്ത് റിപ്പോർട്ട് ആയി കഴിഞ്ഞാൽ TV കൂടെ സ്ക്രോൾ ചെയ്ത് കാണിക്കുകയാണ് റിപ്പോർട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ അകത്ത് ഫൈൻഡിങ്സ് മാത്രമേ ഉള്ളൂ. ഗുരുതരമായ ഫൈൻഡിങ്സ് ആണ്, കുറ്റങ്ങൾ ആരോപിക്കുകയാണ്. പക്ഷേ ഈ കുറ്റങ്ങൾ ആരോപിക്കാൻ ഒരു റീസൺഡ് ഓർഡർ അല്ല. ഇതിന് എന്താണ് അജയൻ, അവിടെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? കാരണം ഇത്തരത്തിൽ ഹിയർസേ
എഴുതി പിടിപ്പിക്കുന്നു. അതിന് ആധാരമായ തെളിവുകൾ സമർത്ഥിക്കാൻ ഈ പറയുന്ന ഉപസമിതിക്ക് മുന്നിലേക്ക് കാര്യങ്ങൾ വിവരിക്കാൻ നിങ്ങൾക്കായിട്ടില്ല. അതൊരു എങ്ങനെ അതിനെ നിങ്ങൾ ഖണ്ഡിക്കുന്നു? അതിന് മുമ്പ് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. സാറ് പറഞ്ഞ പോലെ, നാഗരാജ് സാർ പറഞ്ഞ പോലെ 26-ാം തീയതി അവധിയായിരുന്നു. പക്ഷേ അന്ന് ആ കോളേജിൽ എല്ലാ സ്റ്റാഫുകളും ഉണ്ടായിരുന്നു. ആ കോളേജ് തുറന്ന് പ്രവർത്തിക്കുക തന്നെയായിരുന്നു. അതിനുള്ള തെളിവുകൾ എന്ന് പറഞ്ഞാൽ ആ കോളേജിൽ അവിടെ സമരം നടത്തിക്കുന്ന വിദ്യാർത്ഥികൾ മുഴുവനാണ്. എല്ലാ വിദ്യാർത്ഥികളും കണ്ടാണ് അവർ കോളേജ് തുറന്ന് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ഉൾപ്പെടുന്ന പലരും അവിടെ തിരുത്തി എന്ന് പറഞ്ഞ് പല പ്രശ്നങ്ങളുണ്ടായി. അപ്പം ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെയാണ് അതിൻ്റെ അകത്ത് കയറി ചെന്ന് നോക്കാം. അന്നാണ് ജയ്ഹിന്ദ് ചാനലിൽ അങ്ങാണ്ട് ഒരു ഇൻ്റർവ്യൂ പ്രിൻസിപ്പളിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. അന്ന് ആ കോളേജിലെ മുഴുവൻ സ്റ്റാഫുകളും അന്ന് ആ കോളേജിലുണ്ടായിരുന്നു. പിന്നെ രണ്ടാമെന്ന് പറഞ്ഞൊരു കാര്യം എന്താണ്, അവിടെ സമരപ്പന്തൽ കെട്ടിയിരിക്കുന്നതുകൊണ്ട് അകത്തോട്ട് കാറ് കയറി ഇറങ്ങി പോകാൻ പറ്റില്ല എന്നുള്ള കാര്യം. ഇവിടെ സമരപ്പന്തൽ കെട്ടിയിട്ട് 18 ദിവസമായി. ഈ നാഗരാജൻ സാർ ഉൾപ്പെടുന്ന എല്ലാവരും ഈ വഴി തന്നെയാണ് പോയി വന്നുകൊണ്ടിരുന്നത്. രാവിലെ എല്ലാ ദിവസവും രാവിലെ നമ്മുടെ ചുമന്ന ബോർഡ് വെച്ച്, കേരള ലോ അക്കാഡമി എന്ന് പറയുന്ന ചുമന്ന ബോർഡ് വെച്ചുകൊണ്ട് നമ്മുടെ ബഹുമാനായ ഡയറക്ടർ സാറ് നാരായണൻ നായർ സാറ് പോകുന്നതും ഈ വഴി തന്നെയാണ്. അതിൽ ഞങ്ങൾ ആരും വഴി തടഞ്ഞിട്ടൊന്നുമില്ല. ആ ഏത് നേതാവ് വന്നാൽ പോലും ഞങ്ങൾ അവിടെ സാറ് വരുന്ന സമയത്ത് വഴി മാറി കൊടുക്കാൻ പറയും എല്ലാവരോടും തന്നെ. അവിടെ വാതിക്കെ പോലീസ് നിൽപ്പുണ്ട്. പോലീസാണ് ഗേറ്റ് തുറന്നു കൊടുക്കുന്നത്, വേറെ ആരുമല്ല. അവിടെ പ്രിജിയിലേക്ക് വരുമ്പോൾ പ്രിജി ഇവിടെ കാണേണ്ടത് എന്താണ്? കാരണം ഇവിടെ മുഴുവൻ ഒരുപക്ഷെ നാളെ ചലഞ്ച് ചെയ്യാൻ തരത്തിലുള്ള കാര്യങ്ങളാണ് എന്ന് നാഗരാജനെ പോലെയുള്ള അഭിഭാഷകൻ കൂടിയാണ് അദ്ദേഹം. ഏതറ്റം വരെ പോകും എന്ന ഒരു സ്വരത്തിലാണ് എന്തായാലും അവർ സംസാരിക്കുന്നത്. ആ രീതിയിൽ നോക്കുമ്പോൾ ഇന്ന് വരുന്ന റിപ്പോർട്ട്, അതിൻ്റെ തുടർ നടപടികളെയൊക്കെ തന്നെ താങ്കൾ എങ്ങനെ കാണുന്നു? ഈ ലോ അക്കാഡമിയുടെ വിഷയങ്ങളെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ ആമുഖമായി ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ, ഞാൻ ആ കോളേജിൽ പഠിച്ചിട്ടുള്ള ആളല്ല. ഞാൻ തിരുവനന്തപുരം ഗവൺമെൻറ് ലോ കോളേജിൽ പഠിച്ച വിദ്യാർത്ഥി ആയിരുന്നു. പക്ഷേ തിരുവനന്തപുരം ലോ അക്കാഡമി ലോ കോളേജിന് അതിൻ്റേതായ മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്. തീർച്ചയായും ആ സ്ഥാപനത്തിൽ നിന്ന് നിരവധി അഭിഭാഷകർ, നിരവധി നിയമജ്ഞന്മാർ, ന്യായാധിപന്മാർ, എക്സിക്യൂട്ടീവിലും ജുഡീഷ്യറിയിലും ഒക്കെ ഉള്ള അനവധി ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മഹത്തായ പാരമ്പര്യമുള്ള ആ കോളേജിൽ ഈ തരത്തിലുള്ളൊരു വിഷയമുണ്ടായി. എൻ്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞതുപോലെ 18 ദിവസക്കാലം ആ കോളേജ് ക്യാമ്പസിൽ അധ്യയനം നടക്കാതിരിക്കുമ്പോൾ ഇതിനകത്ത് മതിയായ സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സിൻഡിക്കേറ്റിൻ്റെ ഉപസമിതിക്ക് മാസങ്ങളോളം നീളുന്ന ഈ സമരപ്പന്തലുകൾ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട്, സമരത്തെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട്, വിദ്യാർത്ഥി സമൂഹത്തിനെ ഒന്നാകെ വെല്ലുവിളിച്ചുകൊണ്ട് സിൻഡിക്കേറ്റ് ഉപസമിതിക്ക് വീണ്ടും സമയം കൊടുത്തുകൊണ്ട് ഇതിനെ ഒരു നെവർ എൻഡിങ് പ്രോസസ്സാക്കി മാറ്റാൻ കഴിയുമോ? 18 ദിവസക്കാലമായി കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം ഉറ്റുനോക്കുന്നൊരു സമരമായി അത് മാറി. ഇത്രയും മഹത്തായ പാരമ്പര്യമുള്ള നാരായണൻ നായർ സാറിനെ പോലെ മഹാനായ ഒരു വ്യക്തി നേതൃത്വം കൊടുത്തിരുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഈ അടുത്ത കാലത്ത് മാത്രമുണ്ടായ ഈ പൊട്ടലുകളും ചീറ്റലുകളും വഴി തീർച്ചയായും 18 ദിവസക്കാലത്തെ പ്രൊഫഷണൽ വിദ്യാഭ്യാസം അവിടെ ആ നിലപാടുകളൊക്കെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ 50 വർഷത്തെ പാരമ്പര്യമൊക്കെ ഇന്നിപ്പോൾ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ലക്ഷ്മി നായർ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് മാത്രം വ്യക്തിയാണ് അതാണ്. കാരണം ആ രീതിയിലേക്കാണ് വിദ്യാർത്ഥികളുടെ ഒക്കെ തന്നെ അതിനെ സംബന്ധിച്ച് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആരോപണങ്ങൾ വിദ്യാർത്ഥികൾ, അത് ഒരു വിദ്യാർത്ഥി സംഘടനയല്ല, എല്ലാ വിദ്യാർത്ഥി സംഘടനകളും. അതിനിടയിൽ 1-2 പുറത്തെ രാഷ്ട്രീയക്കാർ അവിടെ പോയി നിരാഹാരമൊക്കെ കിടന്ന് ഇതിനെ പൊളിറ്റിക്കലൈസ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെ വേറെ വിഷയങ്ങൾ. പക്ഷേ അവിടുത്തെ മുഴുവൻ വിദ്യാർത്ഥികളും ഈ അടുത്ത കാലത്തുണ്ടായിരിക്കുന്ന അവിടുത്തെ പ്രിൻസിപ്പളിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള ആ ആക്ഷേപങ്ങൾ എത്രയും പെട്ടെന്ന് പരിശോധിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ആ കോളേജ് തുറന്ന് പ്രവർത്തിപ്പിച്ച് അവിടുത്തെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ സുരക്ഷ ഉറപ്പാക്കുക എന്ന് പറയുന്ന ഒരു മഹത്തായ ദൗത്യം കേരള സർവകലാശാലയ്ക്കില്ലേ? ഇതിനെ നിയമപരമായി ഇതിനകത്ത് ലൂപ്പ് ഹോൾ ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് റെക്കോർഡുകൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി 2 ആഴ്ചത്തെ സമയം. ഈ പാവപ്പെട്ട വിദ്യാർത്ഥികൾ, LLB പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആ തെരുവോരങ്ങളിൽ സമരപ്പന്തലിൽ കിടക്കണം. ഇങ്ങനെ ഇതിനെല്ലാം നാച്ചുറൽ ജസ്റ്റിസിന് വേണ്ടി ഒരു കൊലക്കേസ് നടത്തുന്ന രീതിയിൽ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ പറ്റുമോ? ഈ വിദ്യാർത്ഥികൾ സമരപ്പന്തലിൽ കിടക്കുകയാണ്. ഹോസ്റ്റലിൽ നിന്ന് കുറേയേറെ വിദ്യാർത്ഥികളെ പുറത്താക്കാൻ പോകുന്നു. അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള ആരോപണങ്ങൾ, അതിൻ്റെ ഒരു പ്രാഥമിക റിപ്പോർട്ട് എന്നുള്ള നിലയിൽ എത്രയും പെട്ടെന്ന് അത് തയ്യാറാക്കുക എന്നുള്ളൊരു പ്രവർത്തനമായിരിക്കണം സിൻഡിക്കേറ്റിന്റെ ഉപസമിതി ചെയ്തിട്ടുള്ളത്. അത് അവിടുത്തെ വിദ്യാർത്ഥി നേതാക്കന്മാർ, വിദ്യാർത്ഥി സംഘടനകൾ, അത് ഏത് രാഷ്ട്രീയ ഭേദമന്യേ അവരെല്ലാം ഉയർത്തുന്ന മുദ്രാവാക്യം ഒന്ന് മാത്രമേ ഉള്ളൂ.
ആ കോളേജ് ക്യാമ്പസിൽ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ആ സമരത്തിലൊരു രാഷ്ട്രീയമില്ല. നേരെ മറിച്ച് അവിടെ ഉള്ളതെന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ഹരിക്കപ്പെടുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ആ ക്യാമ്പസിൽ ഉയരുന്നത്. അത് എത്രയും ശ്രീ രാജേഷിന് പോകേണ്ടതുകൊണ്ട് ശ്രീ രാജേഷ്, അങ്ങനെ ഒരു വെല്ലുവിളി പല ഘട്ടങ്ങളിൽ എന്തായാലും ശ്രീ നാഗരാജിനെ പോലുള്ള ഉയർത്തുന്നത് അവർ നിയമത്തിന്റെ കൂടി തലത്തിൽ നിന്നുകൊണ്ടാണ്. എന്താണ് ചെയ്യാൻ കഴിയുമായിരുന്ന ഏറ്റവും അവധാനതയോടുള്ള തീരുമാനമായി ആണ് ഇന്ന് സ്വീകരിച്ചത് എന്ന് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു മുഹൂർത്തത്തിലാണോ നിങ്ങൾ? കാരണം താങ്കൾ കൺവീനറാണ്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ മാത്രമല്ല, ഇതിൻ്റെ ചലഞ്ചസ്, വെല്ലുവിളികളെയൊക്കെ തന്നെ പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിലുള്ള എവിഡൻസ് കൂടി നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ? ആ രീതിയിലാണോ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്? തീർച്ചയായിട്ടും. ആദ്യമായി പറയട്ടെ, പ്രിൻസിപ്പലിനെ ഹിയർ ചെയ്തില്ല എന്ന് പറയുന്നത് വാസ്തവവിരുദ്ധമാണ്. പ്രിൻസിപ്പലിനെ 2 ദിവസമായിട്ടാണ് ഹിയർ ചെയ്ത്. ആദ്യ ദിവസം ഏകദേശം 2 മണിക്കൂറോളം പ്രിൻസിപ്പലിനെ ചോദ്യം ചെയ്തു, അല്ലെങ്കിൽ ഹിയർ ചെയ്തു. രണ്ടാമത്തെ ദിവസം ഏകദേശം അരമണിക്കൂറോളം. അതുകൊണ്ട് പ്രിൻസിപ്പലിൻ്റെ വാദം കേട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല. പ്രിൻസിപ്പൾ തന്നെ ഈ മൊഴിയെടുത്തതിന് ശേഷം അതിൽ ഒപ്പിട്ട് നൽകിയിട്ടുമുണ്ട്. രണ്ടാമത്, അഡ്വക്കേറ്റ് പ്രജി പറഞ്ഞതിനോട് പൂർണ്ണമായും യോജിക്കുന്നു. സർവകലാശാലയ്ക്ക് മുന്നിൽ ഈ വിദ്യാർത്ഥികൾ പരാതി നൽകുന്നത് 16-ാം തീയതിയാണ്, ഈ മാസം 17-ാം തീയതി ചേർന്ന അഫിലിയേഷൻ കമ്മിറ്റി ഈ കാര്യത്തിൽ തീരുമാനമെടുത്തു. 21-ാം തീയതി സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇത് സംബന്ധിച്ച ധാരണയായി. തൊട്ടടുത്ത ദിവസം തന്നെ 23, 24, 25 തീയതികളിൽ നമ്മളവിടെ തെളിവെടുപ്പ് നടത്തുകയുണ്ടായി. സ്വാഭാവികമായിട്ടും ഇതിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാതെ ഇത്തരത്തിലുള്ള റിപ്പോർട്ടിലേക്ക് പോകാം എന്ന് സൂചിപ്പിക്കുമ്പോൾ തന്നെ മാനേജ്മെൻറ്റ് പ്രതിനിധിയായിട്ടുള്ള നാഗരാജ് സാർ പറയുന്നത് എന്താണ്? നിലവിൽ കൊടുത്ത റിപ്പോർട്ടിലും നിയമപരമായിട്ടുള്ള ഒരുപാട് പെശകളുണ്ടെന്നാണ്. അപ്പം നിയമം നോക്കാതെ എന്തെങ്കിലും പടച്ചുകൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് വെളുക്കാൻ തേച്ച് പാണ്ടാവുന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് സമയമെടുത്താണെങ്കിലും ഈ പ്രശ്നങ്ങളെ അവധാനതയോടെ സമീപിക്കണം എന്ന് തന്നെയായിരുന്നു സർവകലാശാല സിൻഡിക്കേറ്റിൻ്റെ നിലപാട്. വളരെ നന്ദി ശ്രീ രാജേഷ് കുമാർ. ഇടവേളയിലേക്ക് പോയ ശേഷം മറ്റ് അതിഥികളിലേക്ക് എത്താം. ചിന്താ ജെറോം കൂടി നമ്മോടൊപ്പം ചേരും തത്സമയം. അജയൻ, നിങ്ങൾക്ക് മുന്നിൽ ഇനി എന്താണ്? കാരണം ഇനിയും സമരവുമായി ലക്ഷ്മി നായർ കോളേജിൽ നിന്നും പുറത്താകുന്നിടം വരെ സമരവുമായി മുന്നോട്ട് പോകും. മറ്റൊരു ചർച്ചയ്ക്കും ഇന്ന് വൈകുന്നേരം അറിയാൻ കഴിഞ്ഞത് 4 പേരെ ഹോസ്റ്റൽ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് വിളിച്ചു എന്നാണ് വിവരം ലഭിക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് മുന്നിലുള്ള വഴി? ഒരു അൺഒഫീഷ്യൽ ചർച്ചയായിരുന്നു. ആ വഴി പോയപ്പോൾ വിദ്യാർത്ഥികളോട് സംസാരിച്ചു എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. പക്ഷേ സമരവുമായി മുമ്പോട്ട് പോകുന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. കാര്യം വെച്ചാൽ ഇവിടെയുള്ള വിദ്യാർത്ഥിനികളുടെ ഏറ്റവും മർമ്മപ്രധാനമായ ആവശ്യമെന്ന് പറയുന്നത് പ്രിൻസിപ്പൽ രാജിവെക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ കാരണം ഈ പറയുന്ന പോലെ സിൻഡിക്കേറ്റിൻ്റെ ഉപസമിതിയിൽ വന്ന പോലെ ഗവൺമെൻറ്റും ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുക എന്ന് പറഞ്ഞാലും പ്രിൻസിപ്പൽ ഇപ്പോൾ ഇന്ന് അറിയാൻ സാധിച്ച 2-3 കാര്യങ്ങളുണ്ടായിരുന്നു. രാവിലെ പത്രമാധ്യമങ്ങളിൽ അറിയാൻ സാധിച്ചു, ചാനലിലൂടെ അറിയാൻ സാധിച്ചത് പ്രിൻസിപ്പൽ 5 വർഷത്തേക്ക് മാറി നിൽക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ലീവ് എടുത്ത് മാറി നിൽക്കാൻ പോകുന്നു എന്നുള്ള കുറച്ച് ന്യൂസുകളൊക്കെ അറിഞ്ഞിരുന്നു. അതിൻ്റെ നിജസ്ഥിതികളൊന്നും അറിയത്തില്ല എങ്കിൽ പോലും അത് സ്ഥിരീകരിക്കും. ശ്രീ നാഗരാജ്, അതായത് നാഗരാജ് നാരായണൻ, ഇക്കാര്യത്തിൽ ഒരു പിടിവാശിയുണ്ട്. പ്രിൻസിപ്പലിൻ്റെ പിടിവാശിയാണോ കാര്യങ്ങൾ ഇത്രത്തോളം ഈ ഒരു വളരെ മോശമായ അവസ്ഥയിലേക്ക് എത്തിച്ചത്? അത് സിൻഡിക്കേറ്റ് ഉപസമിതി പോലും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ആ ഉപസമിതി റിപ്പോർട്ടിൻ്റെ സാങ്ക്ടിറ്റി സംബന്ധിച്ച് താങ്കൾ പറഞ്ഞത് മാറ്റിവെക്കുക എങ്കിൽ കൂടിയും എന്താണ് സ്വീകരിക്കേണ്ടിയിരുന്ന നിലപാട്? ഇവിടെ ഒരു പിടിവാശി, ലക്ഷ്മി നായർ കാട്ടുന്ന പിടിവാശി, അതല്ലേ കാര്യങ്ങൾ ഇത്രത്തോളം വഷളാക്കി എത്തിച്ചത്? ഇതിൽ ഒരു പിടിവാശിയില്ല. ഇതിൻ്റെ അകത്തുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് ഇത് വ്യക്തി കേന്ദ്രീകൃതമായി പോകേണ്ട ഒരു ഇഷ്യൂ അല്ല ഇത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള എല്ലാ കറക്ഷൻസും നടത്താമെന്ന് ആദ്യം തന്നെ പറഞ്ഞതാണ്, ചർച്ചയ്ക്ക് വിളിച്ചതാണ്. പക്ഷേ ലക്ഷ്മി നായർ രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരാളെ കൊണ്ട് രാജിവെപ്പിക്കുക എന്നുള്ള ഇത് പ്രിൻസിപ്പൽ 27 കൊല്ലമായിട്ട് അവിടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ലക്ഷ്മി നായർ. അപ്പോൾ ഈ 27 കൊല്ലമായിട്ട് അവരുടെ പ്രധാന ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത് ഇതാണ്, മറ്റൊന്നുമല്ല. അപ്പോൾ അവരുടെ ലൈവ്ലിഹുഡ് അവർ തന്നെ കളയണം എന്നുള്ള രീതിയിൽ അവർ രാജിവെക്കണം എന്ന് പുറത്ത് പോകണം എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം തന്നെ തെറ്റാണ്. ഇന്ന് വരെ എത്രയോ ഈ സമരചരിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. എൻ്റെ അറിവിലൊന്നും ഇങ്ങനെ പ്രിൻസിപ്പൽ രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമരം ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. അതൊരു പ്രസിഡന്റ് അല്ല, എല്ലാ പ്രിൻസിപ്പൽമാർക്കും. പക്ഷേ ഈ പിടിവാശിക്ക് മുന്നിൽ പരീക്ഷ പോലും മാറ്റിവെക്കേണ്ട അവസ്ഥ ശ്രീ നാഗരാജ്, അങ്ങനെ വിദ്യാർത്ഥികൾക്ക് മുന്നിലേക്ക് അവരുടെ ഈ പ്രക്ഷോഭം, നേരത്തെ പ്രിജി സൂചിപ്പിച്ചതുപോലെ ഇതൊരു രാഷ്ട്രീയവൽക്കരിക്കാൻ പല നീക്കങ്ങളും ഉണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് ഒരു വലിയൊരു സമൂഹത്തിന്റെ, വിദ്യാർത്ഥി സമൂഹത്തിന്റെ ശബ്ദമായി ഇത് മാറുന്നുണ്ടെങ്കിൽ ഇനി എത്ര നാൾ ഈ പിടിവാശിയുമായി മുന്നോട്ട് പോകാൻ? ഇത് വിദ്യാർത്ഥികളുടെ പ്രശ്നം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ പ്രശ്നമായി ചർച്ച ചെയ്ത് അത് തീർക്കാൻ തയ്യാറാണെന്ന് പലവട്ടം വിളിച്ചിട്ടും ചർച്ചയ്ക്ക് വിളിച്ചിട്ടും ഇവർ വരുന്നില്ല.
ഏത് രീതിയിൽ തീർക്കാനും തയ്യാറാണ്. ഇതിൻ്റെ അകത്ത് പല ചുമതലകളിൽ നിന്നും പ്രിൻസിപ്പലിനെ മാറ്റി നിർത്താം, അവർക്ക് വിശ്വാസമുള്ളവരെ കൊണ്ട് ആ ചുമതലകൾ നിറവേറ്റാം, നിങ്ങൾക്ക് എതിരെ പ്രതികാര നടപടി ഉണ്ടാവില്ല എന്നുള്ള പല ഉറപ്പ് കൊടുത്തിട്ടും പല കാര്യങ്ങൾ പറഞ്ഞിട്ടും അവർക്ക് അതൊന്നും അല്ല ആവശ്യം. ഇഷ്യൂസ് സെറ്റിൽ ചെയ്യണമെന്നല്ല. ഇതിപ്പം ഈ ലക്ഷ്മി നായർ പ്രിൻസിപ്പളാണെങ്കിലും വേറെ ഡോക്ടർ ലക്ഷ്മി നായരാണോ അതേ വേറൊരു പ്രിൻസിപ്പളാണോ, ഇതിനകത്ത് ഇഷ്യൂസ് അല്ലേ സെറ്റിൽ ചെയ്യേണ്ടത്. ഇഷ്യൂസ് സെറ്റിൽ ചെയ്യാൻ ഇവർക്ക് ആർക്കും താല്പര്യമില്ല. ചിന്ത ഇക്കാര്യത്തിൽ ഡോക്ടർ അഡ്വക്കേറ്റ് നാഗരാജ് നാരായണൻ പറയുന്നത് പോലെ ഈ ഒരു മാധ്യമ വിചാരണയുടെ ഒക്കെ അല്ലെങ്കിൽ ഭാഗമായിട്ട് സിൻഡിക്കേറ്റ് തയ്യാറാക്കിയ അല്ലെങ്കിൽ ഒരു ഉപസമിതി റിപ്പോർട്ട് അതല്ല, യാഥാർത്ഥ്യങ്ങൾ വ്യക്തമാണ്. ഇങ്ങനെ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ നാളെയും ഇവർ കോളേജ് തുറക്കാൻ അനുവദിക്കുക. കാരണം അവരുടെ ന്യായമായ ആവശ്യം അവിടെ പ്രിൻസിപ്പൽ മാറി നിൽക്കണം. അത് തെറ്റായ ഒരു കീഴ്വഴക്കത്തിലേക്ക് പോകും. എന്ത് വന്നാലും ശരി അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കില്ല എന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ കൂടി അറിയിക്കുമ്പോൾ കാര്യങ്ങൾക്ക് എന്ത് തീരുമാനമാണ് ഉണ്ടാകേണ്ടത്? വിദ്യാർത്ഥികൾ അവിടെ ഉയർത്തിയ ചില വിഷയങ്ങൾക്കകത്ത് കാമ്പുണ്ട് എന്നതാണ് പുതിയ ഉപസമിതിയുടെ റിപ്പോർട്ടിന്റെ ഭാഗമായി പുറത്തു വന്നിരിക്കുന്നത്. അതായത് കേരളത്തിൽ ഇവിടെ അഡ്വക്കേറ്റ് പ്രിജി സൂചിപ്പിച്ചതുപോലെ വളരെയധികം പാരമ്പര്യമുള്ള ഒരു കലാലയം, കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള ഒരുപാട് പ്രഗത്ഭരെ സംഭാവന ചെയ്ത ഒരു കലാലയം. ആ കലാലയത്തിലെ ഇന്നിന്റെ ശബ്ദമായ വിദ്യാർത്ഥികൾ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ഒരേ ശബ്ദത്തെ നിന്നുകൊണ്ട് ചില ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ ആരോപണങ്ങൾ വിശാലമായ ഹിയറിംഗിന് വിധേയമാക്കുവാൻ കേരള സർവകലാശാലയുടെ ഉപസമിതി തയ്യാറായി. 90ഓളം പരാതികൾ അവർ 3 ദിവസം കൊണ്ട് ഹിയറിംഗ് നടത്തി കേട്ടു എന്നതാണ് അവരുടെ റിപ്പോർട്ടിന്റെ ഭാഗമായി സൂചിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു പരാതികൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും കേട്ടതിന്റെ ഭാഗമായി ചില ഫൈൻഡിങ്സ് അതിന്റെ ഭാഗമായി അവർ കണ്ടെത്തിയിരിക്കുകയാണ്. അതിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പ്രധാനമായും ഇന്റേണൽ മാർക്കിന്റെ പേരിൽ അല്ലെങ്കിൽ അറ്റൻഡൻസിന്റെ ഒക്കെ പേരിൽ ചെറുതും വലുതുമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇത്തരത്തിൽ ഒരു ഡിസിഷനിലേക്ക് കേരള സർവകലാശാലയുടെ ഉപസമിതി ശുപാർശ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ലൈവായി നിൽക്കുന്ന ഒരു വേദിയിൽ തീർച്ചയായും സ്വാശ്രയ കോളേജുകളിൽ നിലനിൽക്കുന്ന ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി പീഡനങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നത്. കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ മുമ്പിൽ ഈ പരാതി ലഭിച്ചിട്ടുണ്ട്. 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് തരണം എന്ന് യുവജന കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ ശക്തമായ ഇടപെടലുകൾ തീർച്ചയായും വിദ്യാർത്ഥികളെ യുവജനങ്ങളെ ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങൾ കേരളത്തിൽ നിന്ന് വിവിധ മേഖലകളിൽ നിന്നും പുറത്തു വരികയാണ്. ഞാൻ ഈ ചാനൽ ചർച്ചയിലേക്ക് എത്തുന്നത് ടോംസ് കോളേജിലെയും അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശൻ എഞ്ചിനീയറിംഗ് കോളേജിലെയും വിദ്യാർത്ഥികളെയും അവിടുത്തെ മാനേജ്മെന്റിന്റെയും ഹിയറിംഗിന് ശേഷമാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് എടുത്ത മറ്റൊരു കേസിന്റെ ഭാഗമായിട്ട് അതിന്റെ പോസ്റ്റിംഗ് ഇന്നായിരുന്നു. അപ്പോൾ നിരവധിയായ ഇത്തരം വിഷയങ്ങൾ ഇന്ന് കേരളത്തിലെ സ്വാശ്രയ മേഖലകളിൽ നടക്കുന്നുണ്ട്. തീർച്ചയായും ലോ അക്കാദമിയുടെ വിഷയം ഇന്ന് വിദ്യാർത്ഥി സമൂഹം ശക്തമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി മാറുകയാണ്. കേരളത്തിലെ വിദ്യാർത്ഥികളാകെ ഗൗരവമായി കാണുന്ന വിഷയമായി മാറുകയാണ്. അതിൽ തീർച്ചയായും ഒരു നടപടി സ്വീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതിന്റെ ആവശ്യകതയാണ് തുറന്നിരുന്നത്. അജയൻ, ഇനി നിങ്ങളെ ചർച്ചയ്ക്ക് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ചർച്ചയ്ക്ക് നിങ്ങൾ മുഖം തിരിക്കുന്നു. എന്താണ് അഡ്വക്കേറ്റ് നാഗരാജ് നാരായണൻ പറയുന്ന കാര്യങ്ങൾ? കാരണം ഇനി ഇതിനൊരു തീർപ്പ് വേണം. നാളെയും നിങ്ങൾ എന്തായാലും ശക്തമായ ആവശ്യവുമായി അവിടെ കോളേജിൽ സമരം ശക്തിപ്പെടുത്താൻ പോകുന്നു. ഈ സ്ഥിതിക്ക് എന്ത് ഫോർമുല, എവിടെയാണ്, ആരാണ് താഴേണ്ടത്? അതിൽ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാ ചർച്ചകളിൽ വിളിച്ചിട്ട് ഞങ്ങൾ പോയിട്ടില്ല എന്നുള്ള കാര്യം. പക്ഷെ വിളിച്ചിരിക്കുന്ന ചർച്ചകൾക്കെല്ലാം തന്നെ ഞങ്ങൾ പൂർണ്ണമായും ഒരു സമയം ചർച്ചയ്ക്ക് ഇടയ്ക്ക് വെച്ച് ഇറങ്ങിപ്പോയിട്ട് പോലുമില്ല. എല്ലാ വിദ്യാർത്ഥി സംഘടനകളുടെ നേതാക്കന്മാരും ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ അവിടെ പോയിട്ടുണ്ട്, അവരോട് സംസാരിച്ചിട്ടുമുണ്ട്. പിന്നെ കീഴ്വഴക്കമില്ല എന്ന് പറഞ്ഞ കാര്യം, പ്രിൻസിപ്പൽ രാജിവെക്കണം എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ കീഴ്വഴക്കമില്ല. എവിടെയാണ് ഇങ്ങനത്തെ ഒരു പ്രിൻസിപ്പൽ ഉള്ളത്? കേരളത്തിലല്ല, ഏത് ഒരു കോളേജിൻ്റെ അല്ലെങ്കിൽ ഏതൊരു യൂണിവേഴ്സിറ്റിയുടെ ചരിത്രം എടുത്താൽ പോലും ഇങ്ങനത്തെ ഒരു പ്രിൻസിപ്പൽ അവിടെ ഇല്ല. ഒരു പാർട്ട് ടൈം പ്രിൻസിപ്പൾ എന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ പകുതി സമയം ചാനലിലൂടെയും ബാക്കി സമയം നമ്മൾ കോളേജിലും. ഇവരുടെ സൗകര്യത്തിനനുസരിച്ചാണ് ഇവരെ, ഞാൻ ഉൾപ്പെടുന്ന ഞാൻ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. അവിടെ പരീക്ഷാ സമയങ്ങളിൽ ഇന്ന ദിവസം ഉച്ച കഴിഞ്ഞ് 3 മണി തൊട്ട് 4 മണി വരെ ടീച്ചറുണ്ട്, 2 മണി തൊട്ട് 1 മണി തൊട്ട് 2 മണി വരെ ടീച്ചറുണ്ട്. എന്നിങ്ങനെ സമയങ്ങളിലാണ് ടീച്ചറിന് അവിടെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. അല്ലാതെ ഫുൾ ടൈം ആ കോളേജുകളിൽ ടീച്ചർ അവൈലബിൾ അല്ല. ടീച്ചർ കോളേജിലോട്ട് വരുന്നത് തന്നെ 11 മണിക്കും 12 മണിക്കുമാണ്. തൊട്ടടുത്താണ് വീട് വേറെ ശാസ്ത്രമംഗലത്ത് വേറെ കിഴക്കേക്കോട്ടെ വീടുണ്ടെങ്കിൽ പോലും ടീച്ചർ മിക്കവാറും തന്നെ ഉണ്ടാവുന്നത് വീടിനോട് ചേർന്ന് നിൽക്കുന്ന സാറിൻ്റെ അടുത്ത് തന്നെയാണ് ഉണ്ടാവുന്നത്. ഡയറക്ടർ സാർ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഉണ്ടാവുന്നത്. എങ്കിൽ പോലും ടീച്ചർ കോളേജിലോട്ട് വരുന്നത് 11 മണി കഴിഞ്ഞിട്ടാണ്. ടീച്ചറോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ പോലും ടീച്ചറിൻ്റെ സൗകര്യം, ടീച്ചറിൻ്റെ ദുബായിൽ പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ചാനൽ ചർച്ച എന്തെങ്കിലും പരിപാടികളായിട്ട് പുറത്തോട്ട് പോകുന്നുണ്ടോ, കുക്കറി ഷോ നടത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വേണം ടീച്ചറോട് നമുക്ക് വിദ്യാർത്ഥികളോട് അപ്രോച്ച് ചെയ്യാനായിട്ട്.
പിന്നെ ടീച്ചറിൻ്റെ ആറ്റിറ്റ്യൂഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഓരോ വിദ്യാർത്ഥിയും അവിടെ ഞാൻ ഉൾപ്പെടുന്ന എല്ലാ വിദ്യാർത്ഥികളും ടീച്ചർ വരണ്ട എന്ന് പറയുന്നതിൻ്റെ കാര്യം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ തിരിച്ച് വരണ്ട എന്ന് പറയുന്നത് ഇവരുടെ സ്വഭാവം 2-3 ദിവസം അല്ലെങ്കിൽ കൂടിപ്പോയ ഒരു മാസം ഈ പറയുന്ന നാരായണ സാർ ഉൾപ്പെടെ എല്ലാവർക്കും തന്നെ പിടിച്ചു നിർത്താൻ പറ്റുമായിരിക്കും. ഒരു 55 വയസ്സായ ഒരു സ്ത്രീയുടെ സ്വഭാവം നമുക്ക് എങ്ങനെയാണ് മാറ്റാൻ പറ്റുന്നത്? നാഗരാജ് സാറിന് പോലും ഇക്കാര്യത്തിൽ ഉള്ളിൽ ചില കാര്യങ്ങളെങ്കിലും സമ്മതിക്കേണ്ടി വരുന്നുണ്ടോ? കാരണം വിദ്യാർത്ഥികളുടെ ചില കാര്യങ്ങൾ, കാരണം ഭാവി മരുമകൾ അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു, ഹോസ്റ്റലിൽ ഈ ക്യാമറ അവരുടെ ഒരു പക്ഷേ സ്വകാര്യമായിട്ടുള്ളൊരു പക്ഷേ അവരുടെ ആ ഒരു ഹോസ്റ്റൽ ഭാഗം അവിടെ രണ്ടും വെക്കുന്ന ക്യാമറകളൊക്കെ തന്നെ തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടു ഉപസമിതിക്ക്. ആ അംഗങ്ങൾ പോലും എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. എല്ലാവരും ആ കമ്മിറ്റിയിലുള്ള സമിതിയിലുള്ള എല്ലാവരും ഇത്തരത്തിൽ കാര്യങ്ങളെ നമ്മൾ വളച്ചൊടിക്കേണ്ടതുണ്ടോ? ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ അജയ് പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതായത് കോളേജിൽ കാണത്തില്ല, കൂടുതലും പുറത്താണെന്ന് പറഞ്ഞാൽ അത് വളരെ ബേസ്ലെസ് ആയിട്ടുള്ള അലിഗേഷനാണ്. കാര്യം എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. ഈ വർക്കിംഗ് ഡേ അല്ലാതെ ഹോളിഡേയ്സിലാണ് ഈ ചാനൽ പരിപാടിക്കും മറ്റുമൊക്കെ അവർ പോകുന്നത്. അല്ലാതെ അവർ വർക്കിംഗ് ഡേയ്സിന് അങ്ങനെ പോയതായിട്ട് എൻ്റെ അറിവിലില്ല. കാര്യം ഹോളിഡേയ്സ്, ലോങ് വെക്കേഷൻസ് ഇതിനൊക്കെ ഫുൾ ടൈം ട്രാവൽ ചെയ്താണ് ഈ ബാക്കി പ്രോഗ്രാംസ് ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ 24 hours വർക്ക് ചെയ്യുന്ന ഒരു ലേഡിയാണ്. അവർ കോളേജിലുള്ള മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് കുറച്ച് സ്ട്രിക്റ്റാണ്. ഇപ്പോൾ കുറച്ച് ഹാർഷായിട്ട് ചില ഇതിലെ കുറച്ച് ഹാർഷ് അതൊക്കെ ആ ഒരു സിറ്റുവേഷനിലും സംസാരിക്കുന്നത് പോലും പുറത്തേക്ക് വന്നില്ല. ഓഡിയോ ക്ലിപ്പ് പോലും അഡ്വക്കേറ്റ് നാഗരാജ് നമുക്ക് തള്ളിക്കളയാൻ കഴിയുമോ? ഞാൻ പറയട്ടെ, ഈ കോളേജിൽ ഒരു 1000ഓളം വിദ്യാർത്ഥിനികൾ പഠിക്കുന്നുണ്ട്. ഈ 1000 സ്റ്റുഡൻസ് ഉള്ളിടത്ത് ഒരു ഈ സമരവുമായിട്ട് ഡയറക്റ്റായിട്ട് ഇൻഡയറക്റ്റായിട്ട് പങ്കെടുക്കുന്ന ഒരു 250 അകത്തുള്ളവരേ ഉള്ളൂ. ബാക്കി ഏകദേശം 750 മുകളിലുള്ള സ്റ്റുഡൻസ് ഉണ്ട്. മെജോറിറ്റി ഓഫ് പേരൻസ് വിളിച്ച് പറയുകയാണ് അവർക്ക് ഈ ഇവിടെ വരണം, നമുക്ക് ഈ സ്ട്രൈക്കും ഇതും കാരണം വരാൻ പറ്റുന്നില്ല. പക്ഷേ അവർക്ക് വരാൻ പറ്റുന്നില്ല. അവരെല്ലാം പറയുന്നത് ഇത്രയും സേഫ്റ്റി ഉള്ളൊരു ഹോസ്റ്റലില്ല, കുറച്ച് ഇത് സ്ട്രിക്റ്റാണ്. ഈ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇപ്പം ഡോക്ടർ ലക്ഷ്മി നായരെ ക്രൂശിക്കുന്നത്, അല്ലെങ്കിൽ പിള്ളേർ എല്ലാവരും കൂടി ഇങ്ങനെ ഈ പറഞ്ഞ 200 പേര് അല്ലെങ്കിൽ കുറച്ച് 90 പരാതി വരുന്നതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം സ്ട്രിക്റ്റായിട്ട് പെരുമാറുന്നു, അല്ലെങ്കിൽ കുറച്ച് ഹാർഷായിട്ട് സംസാരിക്കുന്നു. ഇതെല്ലാം ഒരു സ്ട്രിക്ട്നെസ്സിൻ്റെ ഭാഗമായി ഒരു നാച്ചുറലായിട്ട് സംസാരിക്കുന്നതാണ്. അപ്പോൾ മറ്റേ ആ ഒരു വീഡിയോ ക്ലിപ്പ് കേട്ടാൽ അറിയാം. ആ വീഡിയോ ക്ലിപ്പിലെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 2 പ്രാവശ്യം ഞാൻ കണ്ടിന്യൂഷൻ തന്നു, യൂണിവേഴ്സിറ്റി പോയാൽ കണ്ടിന്യൂഷൻ തരാൻ പറ്റുമോ എന്നുള്ള ചോദിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതിൻ്റെ അകത്തുള്ള ചില ഏരിയ മാത്രം എടുത്ത് ഹൈലൈറ്റ് ചെയ്താണ് കാണിക്കുന്നത്. പക്ഷേ അതിൽ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത് ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറ്റൻഡൻസ് ഇല്ലാത്തതാണ്, എന്നാൽ ഇപ്രാവശ്യം ഇത്രയും കണ്ടിന്യൂഷൻ തരാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു എന്നുള്ള ഒറ്റ ഇഷ്യൂ കൊണ്ട് നമുക്ക് അത് കുറച്ച് സ്ട്രിക്റ്റാക്കാൻ നോക്കി എന്നുള്ള ഇഷ്യൂ കൊണ്ട് മാത്രം അവരെ ക്രൂശിപ്പിക്കാൻ പാടില്ല. പിന്നെ അതാണ് പറഞ്ഞത്, അതിൽ ഇത്രയും ഹാർഷായിട്ട് പിള്ളേർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിൽ പ്രിൻസിപ്പൾ തന്നെ പറഞ്ഞാണ് കറക്ഷൻസ് വരുത്താൻ തയ്യാറാണ്. ഞാൻ കുറച്ച് ഇന്ന് സിൻഡിക്കേറ്റ് ഉപസമിതി അത്തരത്തിലുള്ള കറക്ഷൻസ് വരുത്തിയാൽ പോലും അതിനെ അംഗീകരിക്കുന്നില്ലല്ലോ നിങ്ങൾ. അതായത് ഈ പരീക്ഷ നടപടികളിൽ നിന്ന് മാറ്റുന്നത് ഗുരുതരമായ കുറ്റങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഒരു ഇതുമില്ല, റീസണിങ്ങും ഇല്ലാതെ, അതിനുള്ള കാരണങ്ങൾ പറയാതെ, നമ്മളെ കേൾക്കാതെ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഡോക്യുമെന്റ്സ് വാങ്ങിക്കാതെ ആണ് ഇതെല്ലാം നടത്തിയിരിക്കുന്നത്. അത് ഒരു ഭാഗത്ത്. രണ്ടാമത്തെ കാര്യം, ഏറ്റവും കൂടുതൽ അക്കാഡമിക് ആക്ടിവിറ്റി നടക്കുന്നൊരു സ്ഥാപനമാണിത്. ഒരു വർഷം 20, 25, 30 നാഷണൽ സെമിനാർ, വർക്ക്ഷോപ്സ്, ഇൻ്റർനാഷണൽ കോൺഫറൻസസ് ഒക്കെ നടക്കും. ഒരു വർഷം 1, 2, 3 ഇൻ്റർനാഷണൽ കോൺഫറൻസ് നടക്കും. കൂടാതെ ഒരു 10-20 നാഷണൽ ഈ നിലപാട് കൊണ്ട് മാത്രമാണ് അവകാശപ്പെടുന്നത്. ഈ ഒരു കടുംപിടുത്തം അല്ലെങ്കിൽ ലക്ഷ്മി നായർ സ്വീകരിക്കുന്ന ആ ഒരു പ്രിൻസിപ്പലിന്റെ പദവി ഇപ്പോൾ പുലർത്തുന്ന അതിന്റെ ഒരു മെറിറ്റാണ്. താങ്കൾ അങ്ങനെ അതിൻ്റെ അകത്ത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. കാര്യം അതിൻ്റെ അകത്ത് ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് ചില ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. പാരൻസിനെ വിളിച്ചറിയിക്കുന്നു. ഇപ്പോൾ പാരൻസിനെ വിളിച്ചറിയുന്നു, ഇവിടുന്ന് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ പാരൻസിനെ അറിയിക്കുന്നു, അത് കഴിഞ്ഞ് തിരിച്ച് ഹോസ്റ്റലിൽ വരുമ്പോൾ പാരൻസിനെ അറിയിക്കുന്നു. ഇതെന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായ ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പുള്ളിക്കാരി കുറച്ച് സ്ട്രിക്റ്റ് ആയതാണ്. അതായത് നേരത്തെയുള്ള ചില അനുഭവങ്ങളുണ്ട്. അതായത് നേരത്തെ സൂചിപ്പിച്ച 50 വർഷം പാരമ്പര്യമുള്ള ഈ കോളേജിൽ ഇവിടെ ഇനി ഇങ്ങനെ പോയാൽ കാര്യങ്ങൾ എവിടെയാണ് പ്രിജി പോലെയുള്ള നിങ്ങൾ അഭിഭാഷകർ ചിന്തിക്കുമ്പോൾ എവിടെയാണ് താഴേണ്ടത്? ഒന്ന് ലോ കോളേജാണ്, അവിടെ അക്കാദമിയാണ്, നിയമം പഠിപ്പിക്കുന്ന സ്ഥാപനം. അവിടെ ആരാണ് താഴേണ്ടത്? വിദ്യാർത്ഥികളാണോ? ഇനി എന്തായാലും ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകണം, അതോ സ്വയം രാജിവെച്ച് പോകേണ്ട? കാരണം പരീക്ഷകളിലോ മറ്റ് നടപടികളിലോ ഇടപെടാൻ കഴിയാതെ ഒരു പ്രിൻസിപ്പൽ അവിടെ തുടരുന്നതാണോ? എന്താണ് ഏറ്റവും ഉചിതമായ നടപടി? ഇതിനകത്ത് ശ്രീ അഡ്വക്കേറ്റ് നാഗരാജ നാരായണൻ സൂചിപ്പിച്ചതുപോലെ ആ കോളേജ് ക്യാമ്പസിൻ്റെ മെറിറ്റുകളെ നമ്മൾ കണ്ടില്ലെന്ന് നടിച്ചുകൂടാ. കേരളത്തിൻ്റെ പൊതുസമൂഹം ഇത് ആ ക്യാമ്പസിലെ ഒരു സമരമാണ്.
ആ കോളേജ് ക്യാമ്പസിന് അതിൻ്റേതായ ഒരു സംസ്കാരവും അതിൻ്റേതായ ഒരു വിദ്യാഭ്യാസ മേന്മയും എല്ലാം ഉള്ളൊരു കോളേജ് ക്യാമ്പസ് തന്നെയാണത്. ആ കോളേജ് ക്യാമ്പസിൽ നമ്മൾ ഇതെല്ലാം പറയുമ്പോൾ നേരത്തെ ചിന്ത സൂചിപ്പിച്ചതുപോലെ വെള്ളാപ്പള്ളി നടേശൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലായാലും ടോംസ് കോളേജിലൊക്കെ ആയാലും അവിടെയൊന്നും തന്നെ വിദ്യാർത്ഥി സംഘടനാ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുള്ള കോളേജുകളല്ല. എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ സ്വാശ്രയ മേഖലയിൽ പ്രവർത്തിക്കുന്ന കോളേജുകളിൽ വിദ്യാർത്ഥി സംഘടനാ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുള്ളൊരു കോളേജ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഒരുപക്ഷെ ലോ അക്കാഡമി ലോ കോളേജ് ആയിരിക്കും. പക്ഷേ അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം. ഇത്രയും വിദ്യാർത്ഥി സംഘടനാ സ്വാതന്ത്ര്യം അനുവദിക്കുമ്പോൾ വിദ്യാർത്ഥി നേതാക്കന്മാർ പഠിക്കുന്ന ഒരു കോളേജ് ക്യാമ്പസിൽ ഞാൻ പഠിച്ചിരുന്ന കാലത്ത് ഒരു വിദ്യാർത്ഥി നേതാവായി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. എത്രത്തോളം അവർക്ക് അറ്റൻഡൻസ് ഉണ്ടാകും എന്നുള്ളത് പരിശോധിക്കണം. അപ്പോഴാണ് ഈ ക്ലിപ്പിംഗ്സിനകത്ത് പ്രസക്തി വരുന്നത്. ഒരേ സമയം ഈ വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാർ പഠിക്കുന്ന ഒരു കോളേജ് ക്യാമ്പസിൽ അവർക്ക് അത്രത്തോളം അറ്റൻഡൻസ് ചിലപ്പം നേടിയെടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ അത്രത്തോളം സ്ട്രിക്ട്നെസ് ഇതിനകത്താകാമോ? മാത്രമല്ല, ഗുരുതരമായ ഒരു ആരോപണം ആ പ്രിൻസിപ്പളിനെ കുറിച്ച് വന്നതെന്ന് പറയുന്നത് മരുമകളാകാൻ പോകുന്ന പെൺകുട്ടിക്ക് കൊടുക്കുന്ന അനിയന്ത്രിതമായിട്ടുള്ള അവിടെ അതിലേക്ക് വരുമ്പോൾ അജയൻ അക്കാര്യത്തിൽ ഇന്ന് ഇപ്പോൾ ശ്രീ അഡ്വക്കേറ്റ് നാഗരാജ് നാരായണൻ സൂചിപ്പിക്കുന്നത് പോലെ ഉപസമിതിയുടെ കണ്ടെത്തലുകളിൽ സുപ്രധാനമാണ്. എല്ലാ കാര്യങ്ങളെയും അദ്ദേഹം കണ്ണടച്ച് തള്ളുമ്പോൾ ഈ പറയുന്ന ഭാവി മരുമകളുടെ കാര്യത്തിൽ, കാരണം ഇനി ഇതൊരു അച്ചടക്ക സമിതിയിലെ പരീക്ഷാ സമിതിയിലേക്ക് മുന്നിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അവിടെ എന്ത് തെളിവുകൾ, എല്ലാം തെളിവുകൾ വേണമല്ലോ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ഹിയർസേ എന്ന രീതിയിൽ മാറ്റാനല്ലേ, ഇവിടെയൊക്കെ നിയമപരമായിട്ടൊക്കെ ചെല്ലുമ്പോൾ ആ തെളിവുകൾ എന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് എന്ത് സാക്ഷ്യപ്പെടുത്താൻ കഴിയും? ആ കുട്ടി ഒരു ദിവസം പോലും ക്ലാസ്സിൽ കയറിയിട്ടില്ല എന്നുള്ളതിൻ്റെ പൂർണ്ണ തെളിവെന്ന് പറഞ്ഞാൽ ആ കോളേജിലെ ആ കുട്ടിയുടെ ക്ലാസ്സിലെ വിദ്യാർത്ഥിനികൾ തന്നെയാണ്, വിദ്യാർത്ഥിനികളാണ്. ഒരു ദിവസം പോലും ആ കുട്ടി ക്ലാസ്സിൽ കയറിയിട്ടില്ല. അവൾ വന്നാൽ റെക്കോർഡിക്കലി ഇതെല്ലാം ബോധ്യമുണ്ട് 100%. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ക്ലാസ് മുറിയിൽ ക്യാമറ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ ആ കുട്ടി 4th ഇയർ പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിക്ക് ഡ്രാഫ്റ്റിംഗിന്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം പോലും 2 എക്സാം അങ്ങോട്ട് എഴുതിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയാൻ സാധിച്ചത്. അതുപോലും കയറി അരമണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്നു. അതെനിക്ക് അറിയാൻ സാധിച്ച കാര്യം അതാണ്. ആ കോളേജിൽ ക്യാമറ വെച്ചിട്ടുണ്ട്. അതൊക്കെ പരിശോധിക്കണം, അതൊക്കെ പരിശോധിക്കട്ടെ. അവിടെ ആ കുട്ടി ക്ലാസ് മുറിയിൽ എത്ര ദിവസം ക്ലാസ്സിൽ കയറിയിട്ടുണ്ട്? ഈ മൂട്ട്കോട്ട് എന്ന് പറയുന്ന സൊസൈറ്റിയിലെ ഭാഗമായിട്ടാണ് ആ കുട്ടി നിൽക്കുന്ന, എന്തോ ആണെന്ന് പറഞ്ഞു. അതൊന്നും ഇലക്ഷനിലൂടെയോ അല്ലെങ്കിൽ അത് അവിടെ കഴിവ് തെളിയിച്ചതിൻ്റെ ഭാഗമായിട്ടോ കയറി ഒന്നൊന്നുമല്ല. അതെല്ലാം ഈ ഇവിടുത്തെ പ്രിൻസിപ്പളിൻ്റെ മരുമകളാകാൻ പോകുന്നു എന്നുള്ള ഒരൊറ്റ കാരണമാണ്. ആ കുട്ടി ക്ലാസ്സിൽ കയറുന്ന പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകർ വരെ പുറത്തോട്ടിറങ്ങി നിൽക്കലാണ് അവിടെ നടക്കുന്ന കാര്യം. ആ കുട്ടീനെ പറ്റിയാണ് ഗുരുതരമായ ആരോപണം ഉണ്ടായത്. ആ കുട്ടി ഒരു 2nd ഇയറിൽ പഠിക്കുന്ന ഒരു 4 വിദ്യാർത്ഥികളെ വിളിച്ച് പുറത്തോട്ട് കൊണ്ടുപോയി. ഇത് പ്രിൻസിപ്പളിൻ്റെ പുതിയ ക്യാൻറ്റീനാണ്, ഹോട്ടലാണ്. ആ ഹോട്ടലിൽ നീ എടുത്ത് ബെഞ്ചെടുത്ത് അവിടെ വെക്ക്, ഇത് ഇന്ന് കുറച്ച് നോട്ടീസ് വന്നിട്ട് പറഞ്ഞ് നീ ആ ബിവറേജിൻ്റെ വാതിക്കെ കൊണ്ട് കൊടുക്ക് എന്നൊക്കെ പറയുന്നത് എവിടുത്തെ ഏത് കോളേജിൽ നടക്കുന്ന കാര്യങ്ങളാണ്? ഇതൊക്കെ പ്രിൻസിപ്പളിൻ്റെ അനുവാദത്തോട് കൂടിയാണെന്നുള്ളതാണ്. ശ്രീ അഡ്വക്കേറ്റ് നാഗരാജ് നാരായണൻ, അതായത് ഈ വൈരനിര്യാതന ബുദ്ധിയോട് നിലപാടോടുകൂടി ലക്ഷ്മി നായർ എന്ന പ്രിൻസിപ്പലിനോട് സ്വീകരിക്കുന്ന നിലപാടിൻ്റെ ഭാഗമായിട്ട് വേട്ടയാടപ്പെടേണ്ടി വരുന്നു കുട്ടിയാണെന്നാണ് താങ്കൾ അവകാശപ്പെടുന്നത്. അതിൽ ഇന്നും ഇപ്പോൾ സമിതി കൂടി അത് കണ്ടെത്തി ബോധ്യപ്പെടുമ്പോഴും താങ്കളും അതാണോ ഇപ്പോഴും ആ നിലപാടിൽ തന്നെയാണ്? അത് ഈ കുട്ടിയെക്കുറിച്ച് പറയുന്ന ആ കുട്ടിയോട് ചെയ്യുന്ന വലിയൊരു വാദകമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ ശരിക്കും ഭയങ്കരമായിട്ട് അല്ല, ഇതിനകത്ത് ഒരു കാര്യം പറഞ്ഞില്ല, ഞാൻ പറയട്ടെ, ഇന്റേണൽ അല്ല, ആ കുട്ടിയുടെ പേരെടുത്ത് പറഞ്ഞിട്ട് ഈ നമ്മുടെ ഈ കമ്മീഷൻ, നമ്മുടെ ഈ ഉപസമിതി അതിൽ ഇതിനകത്ത് അറ്റൻഡൻസ് കൊടുത്തെന്ന് പറയുന്നത്, അതിൻ്റെ അകത്ത് ഈ കുട്ടി ഇതുപോലെ നാഷണൽ വർക്ക്ഷോപ്സും നാഷണൽ സെമിനാർ ഏകദേശം 7 നാഷണൽ സെമിനാറിൻ്റെ ചുക്കാൻ പിടിച്ച കുട്ടിയാണ്. അത് ഫുൾ ടൈം അതിനുവേണ്ടി ഓടി നടന്ന് ആൾക്കാരെ റിസോഴ്സ് പേഴ്സൺസിനെ കൊണ്ടുവരാനും ഇതിനു വേണ്ടി ഓടി നടന്ന കുട്ടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ആ സമയത്തൊക്കെ ക്ലാസ്സിൽ കയറാത്ത ദിവസങ്ങളിൽ അറ്റൻഡൻസ് കൊടുത്തിട്ടുണ്ട്. ഈ കുട്ടിക്ക് മാത്രമല്ല 14 പേർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ 14 പേർക്ക് കൊടുത്തത് നമ്മൾ റിപ്ലൈ ആയിട്ട് കറക്റ്റായിട്ട് ചൂണ്ടിക്കാണിച്ചാണ്. എങ്കിൽ ഈ കുട്ടിയെ മാത്രം എങ്ങനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്? അപ്പോൾ ആ കുട്ടിക്ക് ഒരു അവകാശമില്ലേ? ഇങ്ങനെ ഈ കുട്ടിയെ മാത്രം ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 13 പേർക്കും എങ്കിൽ അവരെയും ടാർഗറ്റ് ചെയ്യുന്നത്, അവരെല്ലാം ഒഴിവാക്കിയിട്ട് ഈ കുട്ടിയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു. എന്തുകൊണ്ട്? ഈ കുട്ടി പ്രിൻസിപ്പളിൻ്റെ മകനെ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയാണ്. അതുകൊണ്ട് മാത്രം. പിന്നെ വേറൊരു വലിയ ആരോപണം എന്ന് പറയുന്നത്, അവിടെ നിന്ന് കുറേ പിള്ളേരെ വിളിച്ചുകൊണ്ട് പോയി ക്യാൻറ്റീനിൽ, അത് കൺകോട്ടഡ് അലിഗേഷനാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പ്രിൻസിപ്പൾ ഉറപ്പിച്ച് പറയുകയാണ്. കാര്യം മെനങ്ങാന്ന് നമ്മളൊരു പെറ്റീഷൻ കൊടുത്തു. കാര്യം ഈ ക്യാൻറ്റീനിൽ വന്നിട്ട് ഇതേ വ്യക്തി, ഇതിൽ പരാതി കൊടുത്ത വ്യക്തി 3 ദിവസം മുമ്പ് വന്നിട്ട് അവിടെ വന്നിട്ട് വേറൊരാളെ കൊണ്ട് അകത്ത് കയറി ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന ഇതൊക്കെ കാണിച്ചിട്ട് ഫോട്ടോഗ്രാഫ് എടുത്തു, ഏത് മൊബൈലിൽ.
അപ്പോൾ അത് നമ്മൾ അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റീഷൻ കൊടുത്തു. ഈ പരാതി പറയുന്ന ആൾ ഈ ക്യാൻറ്റീനിൽ വന്നിട്ട് ഇങ്ങനെ തുടച്ചുകൊണ്ട് ഒരു ഫോട്ടോ എടുത്തുന്നു. ഇത് എവിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അംഗമാണ് ഞാനൊരു വിഷയം അറിഞ്ഞിട്ട് പോലുമില്ല. അവിടെ കേസ് രജിസ്റ്റർ ഉണ്ടെങ്കിൽ അത് പറയട്ടെ. പിന്നെ അത് ചെയ്തേക്കുന്ന മിക്കവാറും മാനേജ്മെന്റ് തന്നെ ചെയ്തേക്കുന്നതായിട്ടാണ്. നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാനേജ്മെന്റിന്റെ കൂടുതൽ ബുദ്ധിയായിട്ട് ഞങ്ങൾ പറയത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അവിടെ സമരം ഉണ്ടായ സമയങ്ങളിലുണ്ടായ കുറേ കാര്യങ്ങളും മാനേജ്മെന്റ് അത് സമരം പൊളിക്കാൻ വേണ്ടിയുള്ള പല കാരണങ്ങളോട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ചെയ്തേക്കുന്നത്. വിദ്യാർത്ഥികളായിട്ടുള്ളവർ ആരും ഈ സമരത്തെ ഒരു രീതിയിലും ഈ സമരം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സമരമാണ്, അല്ലാണ്ട് ഒരു രാഷ്ട്രീയ കക്ഷികൾക്ക് വേണ്ടിയുള്ള സമരമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരു കാരണം പോലും ഇവർക്കായിട്ട് ഇന്ന് അവിടെ കുറച്ച് ആൾക്കാർ അകത്തോട്ട് തള്ളിക്കയറാൻ ശ്രമിച്ചു. നമ്മൾ അവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി നേതാക്കൾ പറഞ്ഞു അങ്ങോട്ട് തള്ളി കയറരുത്. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സമരം വിജയിപ്പിക്കുകയാണ് നമ്മുടെ ആവശ്യം. അതുകൊണ്ട് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ മുമ്പോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ഈ പറയുന്ന കാര്യം നമ്മൾ ഒരിക്കലും അംഗീകരിക്കുന്ന കാര്യമല്ല. അല്ല, ഈ സെൽവൻ എന്ന് പറഞ്ഞ ഈ വിദ്യാർത്ഥിയാണ് ഇതിൽ പറയുന്നത്. സെൽവൻ എന്ന് പറഞ്ഞാൽ ASFലെ വിദ്യാർത്ഥിയാണ്. ഈ സെൽവൻ എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയാണ് 2 ദിവസം മുമ്പ് ഈ ക്യാൻറ്റീനിൽ വരികയും ഈ ക്യാൻറ്റീനിൽ വന്ന് ഇങ്ങനെ തുടയ്ക്കുന്നത് ഈ തുടച്ചുകൊണ്ടിരിക്കും. അവിടെ ക്യാമറ ഇല്ല. അതുപോലെ തന്നെ ക്യാൻറ്റീനിൽ ക്യാമറ ഇല്ല. ഇനി ലേഡീസ് ഹോസ്റ്റലിൽ ഇത് ക്യാമറ ഞാനും എൻ്റെ വൈഫും കൂടെ പോയി ലേഡീസ് ഹോസ്റ്റലിൽ ചെന്ന് അവിടുത്തെ സ്റ്റുഡൻസുമായിട്ട് പോയി അകത്ത് പോയി കണ്ടതാണ്. അപ്പോൾ അവർ കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻട്രൻസിൽ കയറുന്നിടത്തുനിന്ന് വയ്ക്കുന്ന ക്യാമറ ലോങ് വ്യൂവിൽ ഇവരുടെ ഈ ഒരു കോറിഡോറിലേക്ക് വരുന്നു. അപ്പുറത്ത് മെസ്സിൽ വെച്ചിരിക്കുന്ന ഒരു ക്യാമറ ഇങ്ങോട്ട് കോറിഡോറിലേക്ക് വരുന്നു. ഇത് രണ്ടുമാണ് അവർ കാണിച്ചത്. ഇത് ഇന്ന് വരെ അവരങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുക, അത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ മാറ്റാന്നല്ലേ ഉള്ളൂ. നമുക്ക് ഒരു നിർബന്ധവും ഇല്ല അതിൻ്റെ അകത്ത് ക്യാമറ ഒരിടത്തും വെക്കണമെന്നില്ല. ചിന്ത എന്തായാലും ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഒരു ഫോർമുല, കാരണം സർക്കാർ, മാനേജ്മെന്റ്, വിദ്യാർത്ഥികൾ 3 തലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്ത് സാധ്യമായ ആത്യന്തികമായി വേണ്ടത് അവിടെ ക്ലാസ് നടത്തിക്കൊണ്ടുപോവുക, ഈ തെറ്റായ പ്രവണത ഇല്ലാക്കുക. എവിടെയാണ് ഒരു ഫോർമുല മുന്നോട്ട് വയ്ക്കാൻ സർക്കാരിൻ്റെ ഒക്കെ തന്നെ ഭാഗമായി നിൽക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ കഴിയുന്ന ഒരു വ്യക്തമായ ഒരു ഇടപെടൽ എങ്ങനെ വേണം? അല്ല, ഇതിനകത്ത് വിദ്യാർത്ഥികൾ ഉന്നയിച്ച ആരോപണങ്ങളെ പൂർണ്ണമായി നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം വിദ്യാർത്ഥികൾ ഇവിടെ സൂചിപ്പിച്ചതിനകത്ത് ഇന്നലെ മറ്റൊരു ചാനൽ ഡിസ്കഷനകത്ത് അവിടെ വന്നൊരു പെൺകുട്ടി സൂചിപ്പിച്ചത് ബാത്റൂമിനകത്ത് പൊതുവെ അത്ര സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം അല്ല. നാഗരാജ് സാർ ഇവിടെ പറഞ്ഞതിനെ കൂട്ടിച്ചേർത്ത് പറയാനുള്ള കാര്യം, അതുകൊണ്ട് തന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം അല്ലാത്തത് കൊണ്ട് തന്നെ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ കുളിച്ച ശേഷം പുറത്തേക്ക് വരുന്ന സമയങ്ങളിലൊക്കെ അവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ആ കോറിഡോറിലൂടെയുള്ള ലോങ് വ്യൂവിലുള്ള ക്യാമറയ്ക്കകത്ത് പല ദൃശ്യങ്ങളും പകരുന്നുണ്ട്. അത് തീർച്ചയായും പകർത്തിയെടുക്കാൻ ആ ക്യാമറകൾക്ക് കഴിയുന്നുണ്ട് എന്ന തരത്തിലാണ് വിദ്യാർത്ഥിനികൾ അവരുടെ ആശങ്ക പങ്കുവയ്ക്കുന്നത്. അപ്പം അത്തരം ചില വിഷയങ്ങൾ വളരെ ഗുരുതരമായ വിഷയങ്ങൾ തന്നെയാണ്. ഇപ്പോൾ എക്സാമിനേഷൻ ഹാളിനകത്ത് ക്യാമറ ഇരിക്കുന്നതിനെ നമ്മൾ ആരും ചോദ്യം ചെയ്യുന്നില്ല. എക്സാമിനേഷൻ ഹാളിനകത്ത് ക്യാമറ ഇരിക്കുന്നതിനകത്ത് നമുക്ക് വ്യത്യസ്തമായ അഭിപ്രായമില്ല. പക്ഷെ പെൺകുട്ടികൾ സ്വകാര്യമായി ഉപയോഗിക്കുന്ന പല സ്ഥലങ്ങളിലും ഹോസ്റ്റൽ ഉൾപ്പെടെയുള്ള പല ഇടങ്ങളിലും ക്യാമറ വയ്ക്കുന്നത് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് എന്നും പറയുന്നതിനകത്ത് നമുക്ക് ചെറിയ ആശങ്ക നിലനിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ കുട്ടികൾ പറയുന്നത് ടീച്ചർ പല സന്ദർഭങ്ങളിലും ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങളുടെ പല ചിത്രങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ പല ദൃശ്യങ്ങളും ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ള തരത്തിലേക്ക്, നീയൊക്കെ അവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നത് ഞാൻ കാണുന്നുണ്ട് എന്നുള്ള തരത്തിലൊക്കെ സംസാരിക്കുന്നു എന്ന തരത്തിൽ കുട്ടികൾ പറയുന്ന സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ അവർ തരുന്ന പരാതിക്കകത്ത് യുവജന കമ്മീഷന് മുമ്പാകെ ലഭിച്ച പരാതിക്കകത്ത് ഉൾപ്പെടെ സൂചിപ്പിക്കുന്നത് മുഖം നോക്കിയാണ് ഇന്റേണൽ മാർക്ക് നൽകുന്നതെന്നാണ്. ചിലർക്ക് കൂടുന്നു, ചിലർക്ക് കുറയുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഇത്തരം ഗൗരവമേറിയ വിഷയങ്ങൾ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ അത് കൃത്യമായ തരത്തിൽ ചർച്ച ചെയ്യുവാനായിട്ട് നമുക്ക് കോളേജിനകത്ത് വെച്ച് കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു വലിയ വീഴ്ച തന്നെയാണ്. ഇത്തരം ഒരു പ്രശ്നം ഉയർന്നു വരുമ്പോൾ ആദ്യം വിദ്യാർത്ഥികളെ കേൾക്കുവാനും അതിനകത്ത് അവരുടെ പക്ഷത്ത് നിന്ന് അവരുടെ അഭിപ്രായങ്ങളിൽ കഴമ്പുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ ആദ്യ ഘട്ടങ്ങളിൽ സാധിച്ചില്ല എന്നത് തന്നെയാണ് ഈ വിഷയം ഇത്രയേറെ ഗുരുതരമായി മാറുവാനുള്ള സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ സിൻഡിക്കേറ്റിന്റെ ഉപസമിതിയുടെ ഉൾപ്പെടെയുള്ള ശുപാർശകൾ കൃത്യമായി പരിഗണിച്ചുകൊണ്ട് അവിടെ നിലനിൽക്കുന്ന പ്രശ്നം എന്താണോ അത് കൃത്യമായി പരിഹരിക്കുവാൻ ആവശ്യമായ ഇടപെടലാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. പ്രിൻസിപ്പൽ സ്വയം അല്ലെങ്കിൽ ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ഇതിന്റെ കാഠിന്യം ഉൾക്കൊണ്ടുകൊണ്ട് രാജിവെച്ച് പുറത്തു പോകട്ടെ എന്ന ഒരു പൊതുനിലപാട് വരുന്ന സാഹചര്യത്തിൽ എന്നോടാണോ ചോദ്യം? തീർച്ചയായും ആ സാഹചര്യത്തിൽ കൂടി എന്താണ് യുവജന കമ്മീഷൻ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ തെളിവുകൾ ശേഖരിക്കുന്നു? അഡ്വക്കേറ്റ് നാഗരാജ് സൂചിപ്പിച്ചതുപോലെ ചിലരെ മാത്രം കേട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഉപസമിതി, ഇന്നത്തെ സിൻഡിക്കേറ്റിന്റെ റിപ്പോർട്ട് പോലും വരുന്നു. ഇതിലൊക്കെ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു വ്യക്തമായ സാധ്യമായ എന്ത് നിലപാടാണ് വേണ്ടത്? ഒരു ഫോർമുല
അല്ല, ഒരു ഭാഗത്ത് മാത്രം കേട്ടുകൊണ്ടാണ് ഉപസമിതിയുടെ റിപ്പോർട്ട് എന്നുള്ളത് നാഗരാജ് സാർ ഇവിടെ സൂചിപ്പിച്ച സമയത്താണ് നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ അഭിപ്രായമായിട്ടാണ് ഇവിടെ അതിനെക്കുറിച്ച് ആരുടെയൊക്കെ പഠനത്തിന് വിധേയമാക്കിയിട്ടാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൂടുതലായി നോക്കിയാൽ മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ. പക്ഷെ അവർ കണ്ടെത്തിയിരിക്കുന്ന ഫൈൻഡിങ്സ് വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. യുവജന കമ്മീഷൻ തീർച്ചയായിട്ടും അതിനകത്ത് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ കൃത്യമായി ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇതിന്റെ സർക്കാരിന് ഉൾപ്പെടെ ശുപാർശ നൽകുവാൻ വേണ്ടിയാണ് യുവജന കമ്മീഷൻ ആലോചിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് മടങ്ങിയത് അഡ്വക്കേറ്റ് നാഗരാജ് നാരായണൻ മാനേജ്മെന്റിന്റെ ശക്തനായ ഒരു വ്യക്തി കൂടി ആയ ഭാഗത്ത് നിൽക്കുന്ന ആളായതുകൊണ്ട് നമുക്ക് ഈ ചർച്ചകൾ വെറുതെ പോകാതെ ഇതിനൊരു ശാശ്വതമായ, കാരണം താങ്കൾ സൂചിപ്പിച്ച വലിയൊരു വിഭാഗം സമൂഹം അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ അവരുടെ കൂടി ഭാവി, അവരുടെ പഠനത്തിൻ്റെ കാര്യം കൂടി അതിനൊക്കെ തന്നെ ബാധ്യത താങ്കൾക്കുള്ളത് കൊണ്ട് അടുത്തിരിക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ പ്രതിനിധിയുണ്ട്. ഒരു ചർച്ചയ്ക്കുള്ള സാഹചര്യം നാളെ തൊട്ട് സമരത്തിലേക്ക് ഇവർ നീങ്ങുന്നുണ്ടെങ്കിൽ വിട്ടുവീഴ്ചയ്ക്ക് യുക്തമായ തരത്തിലുള്ള എന്ത് ഒരു ഫോർമുല അല്ലെങ്കിൽ എന്ത് ഒരു നിർദ്ദേശം താങ്കൾക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയും? അല്ല, തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ച് ഇതിനെല്ലാം പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. പിന്നെ പ്രിൻസിപ്പൽ രാജിവെക്കണം എന്ന് പറഞ്ഞാൽ അത് അവരുടെ ലൈവ്ലിഹുഡാണ്, അവരുടെ ജോലിയാണ്. അവരുടെ ജോലി രാജിവെക്കണം എന്ന് ആവശ്യപ്പെടുന്നത് ഒരു അൺറീസണബിൾ ആയിട്ടുള്ള ഡിമാൻഡാണ്. അത് അവർ അംഗീകരിക്കുന്നില്ല. അത് അവർ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. പ്രിൻസിപ്പൽ രാജിവെച്ചേ പറ്റുന്ന നിലപാടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെ നടത്തിക്കൊണ്ട് പോകും? ബാക്കി എല്ലാ കാര്യങ്ങളിലും ഇതിൻ്റെ അകത്ത് പരിഹാരം ഉണ്ടാക്കാമെന്ന് ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്. ബാക്കി എല്ലാ കാര്യങ്ങളിലും പരിഹാരം ഉണ്ടാക്കാന്ന് പറയാം. കാര്യം അതിലൊന്നും ഒരു മുട്ടാപ്പോ നയമോ അല്ലെങ്കിൽ ഒരു കടുപിടുത്തോ ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. എല്ലാ ഇഷ്യൂസിലും ഇത് പക്ഷേ എന്താണ് പറ്റുന്നത്, ക്യാമ്പസിനകത്തുള്ളൊരു ഇഷ്യൂ, അത് ക്യാമ്പസിനകത്ത് തന്നെ ചർച്ച ചെയ്യേണ്ട ഇഷ്യൂ. ഇന്നിപ്പോൾ ഹോസ്റ്റലിലുള്ള കുറച്ച് പിള്ളേരുമായിട്ട് പ്രിൻസിപ്പൽ നേരിട്ട് സംസാരിച്ചു. അപ്പോൾ പ്രിൻസിപ്പൽ പറഞ്ഞത്, നിങ്ങൾ ഈ സമരം തുടങ്ങുന്നതിന് 3 ദിവസം മുമ്പ് വരെ മാം എന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷത്തോടെ എന്നെ കണ്ടുപോയതാണ്. നിങ്ങളുടെ ഉള്ളിൽ ഇത്രയും ഗ്രീവൻസ് ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. നിങ്ങൾക്ക് നേരത്തെ ഇത് പറയാമായിരുന്നു, അല്ലെങ്കിൽ ഇതിനൊരു ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ ഇരുന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നേരത്തെ നിങ്ങൾക്ക് ആവായിരുന്നു. തീർച്ചയായിട്ടും കാരണം നിങ്ങൾ വിദ്യാർത്ഥികൾ സംസാരിച്ചു എന്ന് പറഞ്ഞിരുന്നു. ആ വിദ്യാർത്ഥികളോട് ഞാൻ സംസാരിച്ചതാണ്. അപ്പോഴാണ് അവർ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, ഇത് ചേട്ടാ ഇത് കാര്യം പറയണ്ട, മാധ്യമങ്ങളോട് ഇപ്പോൾ ഉണ്ടായിരുന്നു, അവരോട് പറയണ്ട കാര്യം ടീച്ചർ അൺഒഫീഷ്യൽ ചർച്ചക്കാണ് വിളിച്ചതെന്ന് പറഞ്ഞിരുന്നു. അതിനകത്ത് വിദ്യാർത്ഥികൾ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഒരു 3 or 4 വേറെ ഭാഗം മാത്രമാണ് ടീച്ചറുടെ കേൾക്കാൻ തയ്യാറായത്. പിന്നെ അതിന് പുറമെ 2-3 കാര്യങ്ങളുള്ളതെന്ന് പറഞ്ഞാൽ ഈ വിദ്യാർത്ഥിനികളോട് ഇതിനു മുമ്പ് ടീച്ചർ ഇങ്ങനെ വിളിച്ചിരുന്ന് സംസാരിക്കാൻ പോലും തയ്യാറായിട്ടില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ പോയിരുന്ന 4 വിദ്യാർത്ഥിനികളും ചാനൽ ചർച്ചകളിലൂടെ നിന്നപ്പോൾ അവരെ പറഞ്ഞ് കോംപ്രമൈസ്. എന്നും ഈ ലോ അക്കാഡമിയുടെ ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ ഇവിടെ ഏതൊക്കെ സമരം ഉണ്ടായിട്ടുള്ളൂ അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോയിട്ടുണ്ടോ, സെറ്റിൽമെന്റുകളാണ്. എന്നും വിദ്യാർത്ഥി സംഘടന വിളിച്ച് സെറ്റിൽമെന്റുകളാണ്. ഈ ഒരു സമരം വിദ്യാർത്ഥികൾക്ക് വേണ്ടി, ആ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന സമരം ഈ 5 സംഘടനകളും കൂടെ ചേർന്ന് നടത്തുന്ന, അതായത് സംഘടനകൾ എടുത്ത് കളഞ്ഞോ, ഇവിടെ വിദ്യാർത്ഥികൾ മാത്രമേ ഉള്ളൂ. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്ക് നാളെയും ചർച്ചയ്ക്ക് വേണമെങ്കിൽ ശ്രീ നാഗരാജ് നാളെ ചർച്ചയ്ക്ക് തയ്യാറാണ്. പക്ഷേ ചർച്ചയ്ക്ക് വരുമ്പോഴും ഈ ഒരൊറ്റ ഘടകമാണോ പിന്നോട്ടടിക്കുന്നത്? ആ ഒരു ഘടകം പ്രിൻസിപ്പൽ ഒരു റബ്ബർ സ്റ്റാമ്പിന്റെ പോലും വിലയില്ലാത്തൊരു പ്രിൻസിപ്പൽ 5 വർഷം ഡീബാർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ അത് ന്യായമാണോ? അതാണ് തീരുമാനിക്കേണ്ടത് ശ്രീ നാഗരാജ്. അതായത് ഒരു വേഷം കെട്ടി മാത്രം അല്ലെങ്കിൽ ഒരു അധികാരങ്ങളൊന്നുമില്ലാതെ എന്തിന് അവിടെ തീരുമാനമെടുക്കേണ്ടത്? 5 കൊല്ലം ഡീബാർ ചെയ്തത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ റിപ്പോർട്ടിന് തീർച്ചയായിട്ടും ഇതൊരു പക്ക ഇല്ലീഗൽ ഓർഡറാണ്. ഇതിൻ്റെ അകത്ത് യാതൊരു ബേസിസും ഇല്ലാതെ ഒരു ബേസ്ലെസ് ആയിട്ടുള്ളൊരു ഒരു ഓർഡർ ആയിട്ടാണ് കാണുന്നത്. കാര്യം വെറും ഫൈൻഡിങ്, റീസണിങ് ഇല്ലാത്ത കുറെ ഫൈൻഡിങ്സ്, കുറെ വളരെ ഗുരുതരമായ കുറ്റങ്ങൾ ഇതെങ്ങും തീരുന്നില്ല. സമരം ശക്തമായി ഒറ്റ കാര്യം മാത്രം പറയാം. ഇതിൻ്റെ അകത്ത് ഈ കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്ത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് ഒരു ലോക്കലായിട്ട് അല്ലെങ്കിൽ ക്യാമ്പസിനകത്ത് തീർക്കേണ്ട ഒരു ഇഷ്യൂ. ഏഷ്യാനെറ്റിൽ നമ്മുടെ വിനു വി ജോൺ എടുത്ത് ഇത് വലിയ ഇഷ്യൂ ആക്കി. അന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ മാലഫൈഡീസ് ആദ്യം പറഞ്ഞുകൊണ്ടാണ് പുള്ളി തുടങ്ങിയത്. അങ്ങനെ തുടങ്ങിയത് വലിയ ഇഷ്യൂ ആക്കി രാഷ്ട്രീയമായി മാറിയതുകൊണ്ടാണ് ഇപ്പോൾ തീരുന്നത്. ഇതാണ് അവസ്ഥയെങ്കിൽ രണ്ടുപേരുടെ നിലപാട് താങ്കൾക്ക് ബോധ്യപ്പെട്ട് കാണും. എങ്ങനെ ഒരു ചർച്ചയ്ക്കുള്ള വഴി തെളിയുന്നുണ്ടോ? ഈ തരത്തിലൊരു പിടിവാശിയുമായി ആ കോളേജിൻ്റെ മാനേജ്മെൻറ്റ് പോവുകയാണെങ്കിൽ, ഇപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, തീർച്ചയായും ആ പ്രിൻസിപ്പലിന് വിദ്യാർത്ഥികളുമായിട്ടുള്ള എല്ലാ സ്നേഹബന്ധവും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. വിദ്യാർത്ഥികൾ അവരുടെ വീട്ടിൽ ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരു സ്ഥാപനമായിരിക്കും തീർച്ചയായും അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനം. ആ സ്ഥാപനത്തിൻ്റെ ഹെഡെന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ തലവനെ പോലുള്ള ഒരാളായിരിക്കണം. അപ്പോൾ ഒരു പഴയ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകൻ എന്നുള്ള നിലയിലും എനിക്ക് പറയാനുള്ളത്, തീർച്ചയായും ആ പ്രിൻസിപ്പലിന് വിദ്യാർത്ഥികളുമായിട്ടുള്ളൊരു സ്നേഹബന്ധം നഷ്ടപ്പെട്ടു കഴിഞ്ഞു.
ആ സ്നേഹബന്ധം വീണ്ടെടുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഈ ഓർഡറിനെ ചലഞ്ച് ചെയ്ത് മറ്റൊരു ഓർഡർ മേടിച്ചുകൊണ്ട് മാത്രം വിദ്യാർത്ഥി സംഘടനകളെ വിദ്യാർത്ഥികളുടെ ആ ആർജവത്തെ ചങ്കൂറ്റത്തെ വെല്ലുവിളിക്കാൻ കഴിയും എന്ന് ധരിക്കുന്നത് മൗഢ്യമാണ്. അവരുമായ ആ ഒരു സ്നേഹബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറുവിരൽ അനക്കുകയാണെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. ാണ് ഇന്ന് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. കാര്യം ഈ പറഞ്ഞേക്കുന്ന നാല് പേരെ മാത്രമല്ല, ഈ ഹോസ്റ്റലിലുള്ള സകല വിദ്യാർത്ഥിനികളെയും നാളെ മുതൽ കണ്ട് അവരുമായിട്ടുള്ള ഒരു, അതായത് അവർക്ക് ഇങ്ങനെ ഫിയർ ആണെന്നുള്ള ആലോചന അവർക്ക് വരുന്നത്. സമരം തുടങ്ങി, അവർക്കെതിരെ 5 വർഷം ഡീബാർ ചെയ്യുമെന്നൊരു അവര് വരാൻ തയ്യാറായിരുന്നില്ല. 5 വർഷം ഡീബാർ ചെയ്യുമെന്ന് വരാൻ തയ്യാറായിരുന്നില്ല. അവർ രാജിവെച്ച് പുറത്തു പോകേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ മാത്രമാണ് അവർ ചർച്ച ചെയ്യാൻ തയ്യാറാക്കുന്നത്. പ്രിൻസിപ്പൽ മണ്ണൊലിച്ചു പോകുമ്പോൾ മാത്രം ഇടപെടുന്നു എന്ന് തന്നെയാണ് വിദ്യാർത്ഥി സംഘടന. എന്തായാലും ഇവിടെ കൊണ്ടൊന്നും സമരം തീരില്ല. ശക്തമായ സമരത്തിലേക്ക് വിദ്യാർത്ഥി സംഘടനകൾ നാളെ തെരുവിലേക്ക് ഇറങ്ങി കൂടുതൽ ശക്തിപ്പെടുത്തുമ്പോൾ മാനേജ്മെന്റ് നിലപാട് അതേസമയം കടുപ്പിക്കുന്നു. വിദ്യാർത്ഥികളുടെ ഭാവി എങ്ങോട്ടെന്ന ചോദ്യം അനവധി ഉയരുകയും ചെയ്യുന്നു. ചർച്ചയിൽ പങ്കുചേർന്ന രാജേഷ് കുമാർ, അഡ്വക്കേറ്റ് നാഗരാജ് നാരായണൻ, അഡ്വക്കേറ്റ് പ്രിജി, ഒപ്പം അജയൻ ചിന്താജറോ നന്ദി അറിയിക്കുന്നു.